കൊണ്ടുപോയിട്ട് അഥവേ നമ്മളെ പിന്നെ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, അതല്ലെങ്കിൽ കസ്റ്റംസോ ചെക്കിങ്ങോ പിടിച്ച് നമ്മൾ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ യാത്ര മുടങ്ങും. ഇതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, എന്താണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ മനസ്സിലുള്ളത് എന്തോ ഉടായിപ്പാണെന്ന് വിചാരിച്ചിട്ട് അന്ന് ആ ഉൽപ്പന്നം ഗൾഫിൽ പോകുന്ന ബോക്സിലേക്ക് വെക്കാതെ മാറ്റി വെച്ച ആളാണ് ഞാൻ. പിന്നെ അവൻ പോയതിൻ്റെ ശേഷം എൻ്റെ ഉമ്മക്ക് എന്ത് ചെയ്തു, അന്നൊരു വേദനാജലം എങ്ങാണ്ട് കൊടുത്തിരുന്നു. പക്ഷെ അത് ഉമ്മ ഉപയോഗിച്ച് ഗുണമുണ്ട്. പക്ഷെ പിന്നെ ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അത് വന്ന് ഈ ഒരു ഉൽപ്പന്നം ഞാൻ സ്റ്റാറ്റസ് വെച്ച സമയത്ത് അവൻ തന്നെ ചോദിച്ചു, നിങ്ങൾ അന്ന് ഇതെന്തോ തട്ടിപ്പാണ്, ഇതെന്തോ നമ്മൾ മോശമാണ് എന്ന് പറഞ്ഞ് മാറ്റി വെച്ച സാധനത്തിലാണല്ലോ നിങ്ങൾ ചെയ്യുന്നത്. അന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അതിനെ ഞാൻ എന്ത് ചെയ്തു, പുറംകാല് കൊണ്ട് തട്ടുന്ന പോലെ ചെയ്തൊരു ഉൽപ്പന്നമാണ് ഇന്ന് തന്നെ ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ കാരണമായിട്ടുള്ളത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ പറഞ്ഞാൽ നമ്മളെ അറിവില്ലായ്മ. പിന്നെ ഞാൻ ഈ ഒരു മേഖലയെ കുറിച്ച് പഠിച്ചു, ഉൽപ്പന്നത്തിനെ കുറിച്ച് പഠിച്ചു വന്ന സമയത്താണ് എനിക്ക് എന്ത് മനസ്സിലായി, ഇത് ഞാൻ എന്നോ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ പല ആളുകൾ മുമ്പ് തുടങ്ങിയ പലരും എന്തല്ല ഇന്ന് സക്സസ് ആയിട്ടില്ല. കാരണം ഒന്നുമില്ല, വിജയിച്ച ലീഡേഴ്സ് ഏത് വഴിക്കാണോ പോയത് ആ വഴിക്ക് പോകാൻ നമ്മൾ തയ്യാറായിട്ടില്ല. നമ്മൾ പലരും ഇപ്പം വേറെ വഴിക്ക് നമ്മളതായ ഇപ്പം ഈ ഇരിക്കുന്ന പലർക്കും പല ചിന്താഗതികൾ ഉണ്ടാവും. ഈ ഉൽപ്പന്നത്തിനെ കുറിച്ചും ഈ ബിസിനസ്സിനെ കുറിച്ചും, അല്ലെങ്കിൽ നമ്മൾ പല മേഖലയിൽ പ്രവർത്തിച്ച് പല രൂപത്തിൽ വളർന്ന പല അച്ഛനമ്മമാരെല്ലാം ഉമ്മപ്പന്മാരെ മക്കളാണ്, പല സ്വഭാവത്തിലുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ പഠിച്ചൊരു സംഭവമുണ്ട് എൻ്റെതായ ഒരു ആ ഒരു ലെവലിലാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, പ്രത്യേകിച്ച് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളെ കൂടെ വിജയിച്ച ലീഡേഴ്സ് എന്താണോ ചെയ്തത് അവർ ചെയ്തതിൽ നിന്ന് പോസിറ്റീവ് എടുക്കുക. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, ലീഡർ ഒന്ന് പറയും അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ ഒന്ന് കേൾക്കും, ചെയ്യുന്നതോ നമ്മൾ ഇഷ്ടത്തിനാണ്. നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ ചെയ്ത് നമ്മൾ ഇതിൽ കൂടെ വിജയമൊന്നും കണ്ടെത്താതാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമ്പനി ശരിയില്ല, പ്രൊഡക്റ്റ് ശരിയില്ല, ലീഡേഴ്സ് ശരിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാൽ നമ്മളെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ അറിവില്ലാത്ത ആൾക്ക് നമ്മൾ കൂടെ വന്ന ആൾക്ക് പറഞ്ഞു കൊടുത്ത് ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കൊടുത്ത് പരമാവധി ഇവൻറ്റുകളും പ്രോഗ്രാമുകളും മീറ്റിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യും. ഇന്നലെ നമുക്കറിയാം, നമ്മളെ ബെന്നിസാർ ഒരു 1 ഡേ അഡ്വാൻസ് ട്രെയിനിങ് നമ്മൾ ഇന്നലെ ഇതിലുള്ള ഏകദേശം ഒട്ടുമിക്ക ആളുകളും പങ്കെടുത്തു. 200 മേലെ നമ്മുടെ ടീമിൽ നിന്ന് ആളുകൾ ഇന്നലെ പങ്കെടുത്ത ഒരു പ്രോഗ്രാമാണ് 1 ഡേ അഡ്വാൻസ് ട്രെയിനിങ്. അത് പലതവണ കേട്ട ആളുകളാണ്. ഞാനൊക്കെ 16-15 തവണ ആ ട്രെയിനിങ് കേട്ടു. ഇങ്ങനെ പലതവണ ഇത്തരം ട്രെയിനിങ്ങുകളും മീറ്റിങ്ങുകളും കേട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ പോസിറ്റീവായ കാര്യങ്ങൾ, ഇതെല്ലാം നമുക്കറിയാം. ഓരോ ട്രെയിനിങ്ങിൽ നമുക്ക് ഈ ബിസിനസ് നമ്മൾ എങ്ങനെ ചെയ്യണം, ആരോട് പറയണം, എന്തൊക്കെ പറയണം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഏതൊക്കെ സമയത്ത് എന്ത് പറയണം എന്നുള്ളത് വിശദമായിട്ട് ഇത്തരം ട്രെയിനിങ്ങിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ പല ആളുകളും ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, ഹാഫ് മൈൻഡാണ്, പകുതി വേറെന്തോ ചിന്തയിലാണ്. അതല്ലേ കുറേ ആളുകൾ ജിറ്റസ് സമയത്ത് പുറത്താണ്, കുറേ ആളുകൾ പല പല രൂപത്തിലാണ്. അത്തരം പല ട്രെയിനിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ബിസിനസ്സിലേക്ക് വളരെ മനോഹരമായിട്ട് വലിയ അവസ്ഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൊണ്ടുപോകാൻ പറ്റുന്നത്. അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താ, ഈ ബിസിനസ് നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മളെ കൂടെ വന്ന ആളുകളിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക എന്നുള്ളതാണ്. സാറെ, ഗസ്റ്റ് എത്തിയിട്ടുണ്ടോ? അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലയൻസിലൂടെ എന്ത് ചെയ്യാം, നമ്മളതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു മേഖലയാണ് ഈ ഒരു ബിസിനസ്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഇതിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാതിരിക്കുന്ന നല്ലത്. നമ്മൾ പല ആളുകൾക്കും ഒരുപാട് അറിവുകളുണ്ട്. നമ്മൾ അറിവുകളെ വെച്ച് ഈ ഒരു ബിസിനസ്സിനെ, ഈ ഒരു മേഖലയെ നമ്മൾ അളക്കാൻ മുതിരുകയാണെങ്കിൽ, അതിന് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് പ്രതിസന്ധികൾ ഈ ബിസിനസ് അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ഒരു വിജയത്തിലേക്കുള്ള യാത്രയൊക്കെ എന്ത് ചെയ്യും, സമയമെടുക്കും. വിജയിക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് സമയം എടുക്കുന്ന ഒരു അവസ്ഥ വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ടീം ലീഡേഴ്സ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വിജയിക്കും. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, സിസ്റ്റം എന്താണോ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. പ്രോഗ്രാം, ഇവന്റ്, അത്തരം കാര്യങ്ങളിലാണ് ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുക. ഇതിൽ വിശ്വാസം വേണ്ടത്. പലർക്കും ഇല്ലാത്ത എന്താ, ഈ ഒരു ബിസിനസ്സിൽ വിശ്വാസമാണ് പലർക്കും ഇല്ലാത്തത്. എന്ത് കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അതൊരാൾക്ക് കൊടുക്കുകയാണെങ്കിലും ആ ഒരു സംഭവം എന്തുണ്ട്, വിശ്വാസത്തോടു കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിൽ ഷിഫ ഉണ്ട്.
അതായത് ഇപ്പോൾ നമ്മളൊരു പച്ചവെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ ആ പച്ചവെള്ളം നമ്മൾ കുടിക്കുന്നത് വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അതിലെന്തുണ്ട്, ഷിഫുണ്ട്. പക്ഷേ പല ആളുകളും ഇന്നൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്ന പലരും ചെയ്യുന്നത് എന്താ, നമ്മൾ കൊടുക്കുന്ന നമ്മൾ തന്നെ പറയുന്നത് കുടിച്ചു നോക്കി ചിലപ്പോൾ മാറും, ഒരിക്കലും ആരും കഴിക്കാൻ പോകുന്നില്ല. കാരണം എന്താ പറഞ്ഞാൽ ഒരു സാധാരണയിൽ സാധാരണക്കാരനായ നമ്മുടെ കൂടെ കളിച്ച് നടന്നല്ലേ, നമ്മുടെ കൂടെ പരിചയമല്ല, നമ്മുടെ നാട്ടുകാരനായല്ലേ, എൻ്റെ സുഹൃത്തായ ഒരാൾ എന്നോട് പറയാണ് ഈ ഒരു ലിവഗെയിൻ നല്ല ഗ്യാസിന് നല്ലതാണെങ്കിൽ കുടിച്ച് നോക്ക് എന്ന് പറഞ്ഞാൽ ആരും കുടിക്കൂല. പക്ഷെ നമ്മൾ പലരും ചെയ്യുന്നത് എന്താ, ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് ചിലപ്പോൾ റെഡിയായി കഴിക്കും, ഒരിക്കലും ഇല്ല. പക്ഷെ അവിടെ നമ്മൾ കോൺഫിഡൻറ്റോട് കൂടി ഈ ഉൽപ്പന്നം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റണം. അവിടെ നമ്മൾ പല ആളുകളും ഈ ഒരു ഉൽപ്പന്നം വാങ്ങിക്കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ബോക്സ് ഏറ്റവും ആളുകൾ കാണാത്ത സ്ഥലത്തേക്ക് നീക്കി വെക്കുക. ഈ ഇരിക്കുന്ന പല ആളുകളെയും വീട്ടിലുള്ള ഉൽപ്പന്നങ്ങൾ ഇന്നുള്ളത് എവിടെയാണെന്നറിയോ, കിടക്കുന്ന ബെഡിന്റെ അടിയിലാണ്, അല്ലെങ്കിൽ ആരും കാണാത്ത എവിടെയെങ്കിലും എത്തിച്ചു വെച്ചതാണ്. ഒരിക്കലും ചെയ്യാൻ. ഓക്കെ 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 ഏതായാലും ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാം. ഇന്ന് ഈ ഒരു മോർണിംഗ് മീറ്റിലേക്ക് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റാണ്. എല്ലാ ആളുകളും ഇന്നൊന്ന് എന്ത് ചെയ്യണം, വീഡിയോയിൽ വരിക. കുന്നമംഗലം സ്വദേശിയായിട്ടുള്ള ICICI പ്രൊഡക്ഷൻ മാനേജർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക MI ലെവൽ മാർക്കറ്റിംഗ് എന്ന ഈ ഒരു കമ്പനിയിലേക്ക് വന്ന് വളരെ ശക്തമായി പ്രവർത്തിച്ച് AIGയിലെ തന്നെ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മൾ പല ആളുകളും സ്പീച്ച് കേട്ട വ്യക്തി, എന്നാൽ പോലും സുബീർ സാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് ഇതിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും ഒരുപാട് പ്രശ്നങ്ങളെയും തരണം ചെയ്യും. നമ്മളൊക്കെ എന്ത് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. പക്ഷേ ഇവരൊന്നും തുടക്കകാലത്തിൽ വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്, മൈലേഷ്യൽ മാർക്കറ്റിംഗ്, ഉൽപ്പന്ന എക്സ്പീരിയൻസ് പറയാം. അതേ സമയത്ത് തന്നെ കുറച്ച് നമ്മൾ ഈ ബിസിനസ്സിൽ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറയാം. കാരണം ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോഴും ഞാൻ എക്സ്പീരിയൻസ് പറയുന്നതിനെക്കാട്ടും കുറച്ചും കൂടി കണ്ടന്റ്, എന്തെങ്കിലും ഒരു കണ്ടന്റും, അതേപോലെ തന്നെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും, നമ്മളെ ഈ ബിസിനസ്സിന്റെ സാധ്യതയും, നമുക്കൊരു എക്സോറ പ്രോഗ്രാം ഒക്കെ വരുന്നില്ലേ, ആ പ്രോഗ്രാമിന്റെ സാധ്യതയൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ എൻ്റെ എക്സ്പീരിയൻസും പറയാം. ഓക്കെ, എൻ്റെ പേര് സുബീഷ് എന്നാണ്. മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് ചെലവൂരാണ് എൻ്റെ വീട്. ഓക്കെ, ഈ ബിസിനസ് കുറച്ച് കാലങ്ങളായിട്ട് വളരെ ശക്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ്. Yes, yes. Okay, Anna. Okay, Anna, sir. യെസ്. ഓക്കെ, 7 rules to create leaders in your team. ഒരു 7 നിയമങ്ങളുണ്ട്. ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് പഠിച്ച് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു വൃത്തി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ഹിമാചൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ശൂലിനി യൂണിവേഴ്സിറ്റി അല്ലെ, ഹിമാചൽ പ്രദേശിലുള്ള ശൂലിനി യൂണിവേഴ്സിറ്റിയിലൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് MBA കഴിഞ്ഞിട്ട് BBA കഴിഞ്ഞിട്ടൊക്കെ ആളുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അടുത്തൊരു 5 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴോ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകും. അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് നിങ്ങൾക്ക് യാതൊരുവിധ കോഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്തിട്ട് ലീഡേഴ്സ് ആയിട്ട് മാറുന്ന വ്യക്തികളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ആ ലെവലിൽ വന്നിട്ടുണ്ടാവുന്ന എക്സ്പീരിയൻസ് പറയുന്ന ലെവലിലേക്ക് വരുമ്പോൾ കഴിഞ്ഞാലുള്ള മെച്ചം എന്താന്ന് വെച്ചാൽ, ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG കാറ്റഗറിയിലുള്ള ഒരു കോഴ്സ് കഴിഞ്ഞ് വന്ന് ഫീൽഡിലേക്ക് വരുമ്പോൾ അവരുടെ വലിയ പ്രോഗ്രാമിൽ അച്ചീവേഴ്സ് ആയിട്ട് പോകാൻ പോകുന്നത് നമ്മളൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ക്വാളിഫൈഡ് ആയ ആളുകൾ അടുത്തേക്ക് ഒരു വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ ഓക്കെ ഈ മേഖലയിൽ കൂടി സക്സസ് ആയിട്ട് ആ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ഒക്കെ ആയിട്ട് പോകുന്ന ലെവലിലേക്ക് മാറുന്നുള്ള ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനത്തെ ഒക്കെ കാലം വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു 5-10 വർഷം കഴിയുന്ന സമയത്ത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ജെൻസിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ജെൻസി എന്ന് പറഞ്ഞാൽ 29 വയസ്സ് മാക്സിമവും 17 വയസ്സ് ഏറ്റവും താഴെയും. ഓക്കെ, അതായത് ഏറ്റവും ചെറിയ ജെൻസിന്റെ പ്രായം 17 വയസ്സും ഏറ്റവും മൂത്ത ജെൻസിന്റെ പ്രായം 29 വയസ്സുമാണ്.
2025 നമ്മളിപ്പോ 2026 നമ്മളിപ്പോ ഉള്ളത്. 2025 മുതൽ എന്താ പറയാ ജനറേഷൻ ബീറ്റ സ്റ്റാർട്ട് ചെയ്തു. ജനറേഷൻ ബീറ്റ. ഓക്കെ, ജെൻസി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആൽഫ വന്നു. ആൽഫ വന്നതിന് ശേഷം ഇപ്പോൾ ജനറേഷൻ ബീറ്റ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും നമുക്കെല്ലാവരും ജെൻസിയാണ്. പക്ഷേ കാലഘട്ടം ജനറേഷൻ 3 ജെൻസി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ജെൻസി, ആൽഫ ആൻഡ് ബീറ്റ. ബീറ്റ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു കൊല്ലായി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു കാലഘട്ടത്തിലേക്ക് അടുത്തൊരു 25 കൊല്ലം കഴിയുമ്പോൾ അവനാണ് ഇന്നലെ കഴിഞ്ഞ കൊല്ലം ജനിച്ച വ്യക്തിയാണ് അടുത്തൊരു 25 കൊല്ലം കഴിഞ്ഞാൽ മാർക്കറ്റിൽ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഒരു 25 വയസ്സുകാരൻ. ഓക്കെ, അപ്പൊ അവൻ ചിന്തിക്കുന്ന പോലെ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വളരുന്നതെങ്കിൽ നമുക്കും വളരാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിപ്പോവും, നമ്മൾ ഔട്ടായിപ്പോവും. അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ബിസിനസിന്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ യു ബിക്കം എ ലീഡർ. നിങ്ങൾ ലീഡർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് അല്ലേ നമ്മളൊരു ലീഡർ ആവണം. എങ്കിൽ മാത്രമാണ് എല്ലാവരും പറയുന്നത് കേൾക്കാം, ഇതൊക്കെ ലീഡർമാർക്ക് കിട്ടുന്ന പരിപാടിയാണോ, അല്ലാതെ നമുക്കൊന്നും കിട്ടൂല, സാധാരണക്കാർക്കൊന്നും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നും കിട്ടൂല, ലീഡർമാർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന്. സാറേ, ഒറ്റ കാര്യം ചെയ്താൽ മതി. ആ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങളും ലീഡർ ആയാൽ മതി, വേറൊരു കുഴപ്പമില്ല. നിങ്ങളും ലീഡർ ആയാൽ മതി. എന്താണ് ഇതിൻ്റെ അകത്തുള്ള ലീഡർ ആയി കഴിഞ്ഞാലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവൻ ലീഡർമാർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പല ആളുകളുടെയും പ്രശ്നം. എന്നാൽ ലീഡർമാരുടെ പ്രത്യേകത എന്തൊക്കെയാ? ടേക്ക് ഓണർഷിപ്പ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ബി എ ഗുഡ് ലീഡർ. എന്താണ്? ഉത്തരവാദിത്തങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ഓണർഷിപ്പ് എടുക്കുക. ഓക്കെ, അതായത് ഒരു പ്രോഗ്രാം വരുമ്പോഴോ ആ പ്രോഗ്രാം ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമാണ്, അതിൽ ആ പ്രോഗ്രാം സക്സസ് ആക്കേണ്ട ഉത്തരവാദിത്തം എൻ്റേതാണ്, എൻ്റെ ടീമിലെ പ്രോഗ്രാമാണ്, അത് സക്സസ് ആക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്, ഇത് എൻ്റെ ബിസിനസ്സാണ്, ഇത് വളർത്തേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. ഇതാണ് ഓണർഷിപ്പ്, ഇതാണ് റെസ്പോൺസിബിലിറ്റി. ഇതാണ് ഒരു ഗുഡ് ലീഡറുടെ പ്രത്യേകത. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഇതൊക്കെ ലീഡർമാർക്ക് മാത്രം കിട്ടുന്ന പരിപാടിയാണ്, ലീഡർമാർക്ക് മാത്രമേ പൈസ കിട്ടുള്ളൂ എന്നുള്ളത്. നിങ്ങൾ ലീഡർ അയച്ചാൽ മാത്രം മതി, ഉത്തരവാദിത്തം എടുത്താൽ മതി, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ലീഡർഷിപ്പ് എന്താ പറയുക, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി അല്ല. റെസ്പോൺസിബിലിറ്റി ആരാണോ എടുക്കുന്നത്, ഉത്തരവാദിത്തം ആരാണോ എടുക്കുന്നത്, അയാൾ ലീഡറാണ്, ലീഡർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിൽ എത്ര പേർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്? ലീഡർ ആണെന്ന് പറയുന്ന എത്രയോ പേർക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് അയാൾക്ക് വരുമാനം കുറയുന്നത്. ഓക്കെ, എന്നാൽ അതേ സമയത്ത് റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അയാൾ ഒരു ഗുഡ് ലീഡർ ആയിരിക്കും, അയാൾക്ക് നല്ല വരുമാനം ഉണ്ടായിരിക്കും. അതൊക്കെ അന്നേരം പറയും, എന്താ പറയുക, താഴെ ആളുകൾ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ പറയും, അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ ഫെയിലായ ആളുകൾ പറയും, അതൊക്കെ ലീഡർമാർക്ക് മാത്രം കിട്ടുന്നതാണ്. അല്ല, ലീഡർഷിപ്പ് ഇസ് ഈക്വൽ ടു റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നോക്കിയാൽ സ്പീഡ് ഓഫ് ദ എൻജിൻ. അതായത് നിങ്ങൾ ഒരു ട്രെയിൻ ആണെങ്കിൽ എന്ന് ആലോചിക്കുകയോ, സ്പീഡ് ഓഫ് ദ എൻജിൻ ഇസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്നാ പറയാം. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ട്രെയിൻ ഓടുന്ന സമയത്ത് ആ മുന്നിലുള്ള ആ എൻജിനാണ് ഓടുന്നത്, അല്ലെ? അതിന്റെ പുറകിലേക്ക് എല്ലാം കണക്റ്റഡ് ആണ്, എല്ലാ ബോഗി കണക്റ്റഡാ. സെയിം അതേമാതിരിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ, ലീഡർ എങ്ങനെയാണോ ഓടുന്നത്, അതിന് കണക്റ്റ് ആയിട്ടാണ് ബാക്കിൽ നമ്മുടെ ടീമിലുള്ള ആളുകൾ നിങ്ങളോട് കൂടെ ഓടുന്നത്. ഓക്കെ, ചില ആളുകൾ പറഞ്ഞേക്കെ, സാറേ എൻ്റെ കൂടെ ആരും വരുന്നില്ല. സാറേ നിങ്ങൾ നിർത്തിയിട്ടതാണ്, അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ ആരും ഓടാത്തത്. നിങ്ങളൊന്ന് നിർത്തിയിട്ടടുത്തൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കി, നിങ്ങളെ കൂടെ അവരൊക്കെ വരും. അതാണ്. അപ്പൊ സ്പീഡ് ഓഫ് ദ എൻജിൻ, അതായത് നിങ്ങളുടെ ടീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സംഭവം സിമ്പിളാണ്. നിങ്ങളുടെ ടീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻജിന്റെ സ്പീഡാണ്. നിങ്ങളുടെ ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻജിനാണ്. നിങ്ങളുടെ ടീമിന്റെ സ്പീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലീഡറുടെ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു സ്പീഡിൽ യു ബിക്കം എ ലീഡർ, ലീഡർഷിപ്പ് കാറ്റഗറിയിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. ദെൻ ഫോളോ വൺ സിസ്റ്റം. ഒറ്റ കാര്യം, ഒരു തുടക്കക്കാരനായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരൊറ്റ സിസ്റ്റം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പല ആളുകളും ഓരോ ലീഡേഴ്സും ഓരോ സിസ്റ്റം എന്ന് പറയും. ചെയ്യരുത്. ഇതിനൊരു കോമൺ സിസ്റ്റം ഉണ്ട്. ഡയറക്ട് സെല്ലിങ്ങിന് ഒറ്റ സിസ്റ്റമേ ഉള്ളൂ, ഒറ്റ സിസ്റ്റം മാത്രമേ ഉള്ളൂ. എന്തൊക്കെയാണ് സിസ്റ്റം? കോമൺ സിസ്റ്റമാണ്.
ആ ഒരു ഫോളോ വൺ സിസ്റ്റം, ഒരൊറ്റ സിസ്റ്റം അങ്ങോട്ട് ഫോളോ അപ്പ് ചെയ്യുക. എന്ത് ചെയ്യുക? റൈറ്റ് ടേക്ക് ഓഫ് സിസ്റ്റം. ആ സിസ്റ്റം ഫോളോ ചെയ്യുക പക്ക. എന്തൊക്കെയാ ഉണ്ടാവുക? GTS ജോയിൻ ചെയ്യിപ്പിക്കണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാൻ പറയണം. പ്ലാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ജോയിൻ ചെയ്തു, അയാളെ കൊണ്ട് പ്രൊഡക്റ്റ് എടുപ്പിച്ചതിന് ശേഷം അയാളെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് നടത്തണം. ഹോം മീറ്റിംഗ് നടത്തിയിട്ട് അയാളെ എന്താ പറയുക, പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന് എത്തിക്കണം, FSSന് എത്തിക്കണം. ഇതൊരു സിസ്റ്റമാണ് അല്ലേ? അപ്പൊ ആ ഒരു സിസ്റ്റം പ്രോപ്പർ റൂട്ടായിട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ടീമും എല്ലാവരും ഒരേ സിസ്റ്റത്തിലേക്ക് പോയിക്കോളും. അതിന്റെ പ്രത്യേകത അത് പാസീവാണ്. ആ സംഭവം ഡ്യൂപ്ലിക്കേറ്റബിൾ ആണ്. അത് ഓട്ടോമാറ്റിക് ആയിട്ട് റൺ ചെയ്യും. നാളെ നിങ്ങൾക്ക് സുഖമില്ലാതെ കിടന്നാലും ഈ സിസ്റ്റം റൺ ചെയ്തുകൊണ്ടാ. വെൽ ബിഗൺ ഈസ് എ ഹാഫ് ഡൺ. നന്നായി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി പണി കുറഞ്ഞു. ഓക്കെ, ഈ കാര്യങ്ങൾ തുടക്കത്തിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അയാൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെയാ വേണ്ടത്. ഒരാളടുത്ത് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നീട് അയാളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അയാളെ ജോയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷം നേരെ ഓഫീസിൽ പോയിട്ട് അയാളെയും കൂട്ടിയിട്ട് പോയിട്ട് ഓഫീസിൽ പോയി പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത ശേഷം അയാളുടെ വീട്ടിൽ ഒരു ഹോം മീറ്റിംഗ് വെക്കുന്നു. ഹോം മീറ്റിംഗിൽ വന്ന ആളുകളെ ഫോളോ അപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബിസിനസ് പിന്നീട് വന്നു FSSൽ പങ്കെടുപ്പിക്കുന്നു, പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിൽ പങ്കെടുപ്പിക്കുന്നു. റിപ്പീറ്റ് 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 റിപ്പീറ്റ്. ഇത് തന്നെയാണ് ഇതിനകത്തുള്ള മെയിൻ സാധനം. അതേപോലെ തന്നെ നോക്കേണ്ടത്രേ ഉള്ളൂ, ക്രിയേറ്റ് എ സോളിഡ് സിസ്റ്റം. ഇതൊരു സോളിഡ് സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റം, ഈ ഒറ്റ സിസ്റ്റം സോളിഡ് ആണ്. ഇത് പണ്ട് മുതലേ 1900 നമ്മൾ എന്നാണോ ഡയറക്ട് സെല്ലിംഗ് കേൾക്കുന്നത്, ചെയ്യാൻ തുടങ്ങുന്നത് 1940 കാലഘട്ടം മുതൽ ഈ സിസ്റ്റം തന്നെയാണുള്ളത്. ക്രിയേറ്റ് എ സോളിഡ് സിസ്റ്റം ആണിത്. അതേപോലെ തന്നെ സിമ്പിളാ. എന്താ ഇതിലുള്ളത്? വലിയ കാര്യമുണ്ടോ? സിമ്പിൾ കാര്യമാണ്. അത് ഡ്യൂപ്ലിക്കേറ്റബിൾ അല്ലേ? അതെ, ഡ്യൂപ്ലിക്കേറ്റബിളാ. ഏതൊരു സാധാരണക്കാരന് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലിപ്പോൾ എന്താ ഞാനിപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിങ്ങളുടെ കൂടെ വന്ന വ്യക്തികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ആ സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ദെൻ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആളാണ് ഹോം മീറ്റിംഗ്. ഹോം മീറ്റിംഗിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഹോം മീറ്റിംഗിന്റെ പ്രത്യേകതയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ. ഹോം മീറ്റിംഗ് ഈസ് ദ പ്ലേസ് വേർ ലീഡേഴ്സ് ആർ മെയ്ഡ് എന്ന് പറയാം. അതായത് നിങ്ങൾ ഈ ബിസിനസ്സില്ലാതെ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ, അതിൽ ലീഡർമാരായിട്ട് വളരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അത് ഹോം മീറ്റിംഗിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് പോസിബിൾ ആവൂ. എന്താ കാരണം? നിങ്ങളുടെ കളരിയാണ് ഹോം മീറ്റിംഗ്. എത്ര പേര് ഹോം മീറ്റിംഗ് എടുക്കുന്നുണ്ട്? ലീഡർമാർ മാത്രമേ ഹോം മീറ്റിംഗ് എടുക്കുന്നത്. ഞാൻ ഹോം മീറ്റിംഗ് എടുക്കാറില്ല, എനിക്ക് ഹോം മീറ്റിംഗ് എടുക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് അതിനുള്ള വരുമാനമായിട്ടില്ല, സാറേ എന്താ ഞാൻ ചെയ്യാ? സാറേ, ഹോം മീറ്റിംഗ് എടുക്കാനുള്ള വരുമാനം എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? എത്ര രൂപ കിട്ടിയ വരുമാനം ഹോം മീറ്റിംഗ് എടുക്കാം? 1000 രൂപ വരുമാനം കിട്ടിയ ഹോം മീറ്റിംഗ് എടുക്കാം. വെറും 1000 രൂപ വരുമാനം, അത്രയും മാത്രം. അതായത് എഴുന്നേറ്റ് നിന്ന് വർത്താനം പറയാൻ പറ്റുക, അത്രേ ഉള്ളൂ. അനക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എനിക്കിത് 1000 കിട്ടിയിട്ടുണ്ട്, ഇന്നത് മാത്രമേ കാണിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അതിന് മാത്രം മതി. എൻ്റെ ലീഡർക്ക് 10000 കിട്ടിയിട്ടുണ്ട്, എൻ്റെ ലീഡർക്ക് 20000 കിട്ടിയിട്ടുണ്ട്, എനിക്കും അത് നാളെ അടുത്ത ആഴ്ച കിട്ടും എന്നുള്ളത് പറയാനുള്ള സംഭവം മാത്രമേ വേണ്ടൂ. പിന്നെ ഈ ബിസിനസിന്റെ നോളജും കാര്യങ്ങളും. അപ്പോൾ ഹോം മീറ്റിങ്ങിന്റെ ആ സംഭവം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് 1 to 1 കൊടുക്കാൻ അറിയുന്ന ഒരു വ്യക്തി പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? അതായത് ഈ ബിസിനസിന്റെ സാധ്യതയും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, എന്താണ് ആ പ്ലാൻ കൃത്യമായിട്ട് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അയാൾ കേട്ടിരിക്കും. ഓക്കെ, അയാൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്യും. ദെൻ അതിനുശേഷം ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? നിങ്ങൾ പ്ലാൻ കൊടുത്തില്ലേ അയാളെ വീട്ടിൽ, അത് നിന്നിട്ട് 4 ആൾക്ക് ഒന്നിച്ച് പറഞ്ഞു കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഹോം മീറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കളരിയാണ്. അത് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവുക. ഹോം മീറ്റിങ്ങിന്റെ ഒരു ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ 67% ഡയറക്റ്റ് സെല്ലിംഗ് ഹോം മീറ്റിങ്ങിന്റെ സാധ്യത, അല്ലെങ്കിൽ റിസൾട്ട് വരുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം സിമ്പിളാണ്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ട്, അല്ലെങ്കിൽ അയൽവാസികളെ വിളിച്ചു വരുത്തിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഒരു കാരണവശാലും ഒരു ഉഡായിപ്പ് പരിപാടിയുടെ കാര്യങ്ങൾ സംസാരിക്കൂല എൻ്റെ വീട്ടിൽ നിന്ന്. അതാണ് അതിൻ്റെ വിശ്വാസ്യതയ്ക്ക് കാരണം.
ഓക്കെ. പണ്ടുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി, മലപ്പുറത്തും അതേപോലെ തന്നെ പണ്ടൊക്കെ കൊടുവള്ളിയിലൊക്കെ ഉണ്ടായിക്കൂടായില്ല. അതായത് ഈ വിസ കച്ചവടക്കാരുണ്ടായിരുന്നു പണ്ട്. വിസ തട്ടിപ്പ് ഇഷ്ടംപോലെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ പണ്ട് ഇഷ്ടംപോലെ കാണുന്ന ഒരു സാധനമാണ് വിസ തട്ടിപ്പ്. ഓന്റെ 50,000 പൊട്ടിച്ചു, ഇവന്റെ 20,000 പൊട്ടിച്ചു, ഓന് 2 ലക്ഷം പൊട്ടിച്ചു, ഇവന്റെ 5 ലക്ഷം പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കേസുകളുണ്ടായിരുന്നു. അവരൊക്കെ എങ്ങനെയായിരുന്നു ബിസിനസ് ചെയ്യാന്നറിയോ? വിസ പറ്റിക്കുന്ന ആൾക്കാർ. അവര് കോഴിക്കോട് ഏതെങ്കിലും ഹോട്ടൽ റൂം എടുക്കും. ആ ഹോട്ടൽ റൂമിലേക്കാണ് ആളുകളെ വിളിച്ചു ചേർത്തുക. എന്നിട്ട് 50,000 എന്നാ വിസ തരാം, അല്ലെ 2 ലക്ഷം എന്നാ വിസ തരാം. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിരുത്തുക. ഓക്കെ. ഓൻ ഹോട്ടലിലെ വിളിച്ചിരുത്തുന്നത് എന്തുകൊണ്ടാ? ഓനറിയാം അത് ആടെ എന്തെങ്കിലും ചൊറ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരരുത് എന്നുള്ളതാണ് ഓന്റെ ഏറ്റവും വലിയ അന്നത്തെ വിസ തട്ടിപ്പുകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ നമ്മളെ ഈ ബിസിനസിന്റെ പ്രത്യേകത, ഞാൻ എന്റെ വീട്ടിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്, എന്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിക്കുന്നത്. അവിടുന്ന് ഞാൻ മൈ ലൈഫിന്റെ പ്രൊഡക്റ്റ് പറയുന്നു, ബിസിനസ് പറയുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എനിക്ക് ഒരു കുഴപ്പവും വരൂല എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ്. ആ വിശ്വാസം തന്നെ അവർക്കും മനസ്സിലാവുക ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് അയാൾ നിങ്ങളെ കൂടെ സ്റ്റാർട്ട് ചെയ്യുമല്ലയോ. ഇതാണ് സംഭവിക്കുന്നത്. ഫാമിലി ബിസിനസ് ആയിട്ട് സാധനം മാറും. അപ്പോൾ ഹോം മീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ കളരിയാണ്. അവിടെ നിന്നാണ് ലീഡേഴ്സ് ഉണ്ടാകുന്നത്. ലീഡേഴ്സ് അവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് ആ രീതിയിലേക്ക് ഇതുണ്ടാക്കാം. ദെൻ ഗുഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എക്കോസിസ്റ്റം. എന്ത് ചെയ്യുക? ടീമിൽ ശക്തമായിട്ടുള്ള അല്ലെ കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആൻഡ് എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. അത് നിങ്ങളുടെ ടീമിൽ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പുറത്തുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ. അല്ല, ചില ആളുകളൊക്കെ പറഞ്ഞേക്കാം, സാറേ നമ്മളെ ട്രെയിനിങ് മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് മാർക്കറ്റിലുണ്ട് ഇപ്പൊ നല്ല പണ്ട് മുതലേ ഉണ്ട്. ഓക്കെ. ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലങ്ങളിൽ എന്താ പറയാ, മറ്റേ ഈ മധു ഭാസ്കരൻ എന്നൊക്കെ പറഞ്ഞ ആളില്ലേ, ട്രെയിനർ, അയാളുടെയൊക്കെ ട്രെയിനിങ് ഒരുപാട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അറ്റൻഡ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു ഇന്ന രീതിയിൽ വളരണം, ഇന്ന രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസും കാര്യങ്ങളും ഉണ്ടാക്കി തരാൻ എനിക്ക് എന്നെ സഹായിച്ചത് അത്തരത്തിലുള്ള ട്രെയിനിങ് കൂടിയാണ്. പ്രൊഫഷണൽ ട്രെയിനേഴ്സിന്റെ ഒരുപാട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ അത് അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ കാര്യങ്ങളൊക്കെ നിങ്ങളെ ടീമിനെ വേറെ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യിക്കാം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ, ലീഡേഴ്സ് ആർ നോട്ട് ബോൺ. അത് ലീഡേഴ്സ് ഒരിക്കലും സുബീഷ് ലീഡറായി വന്നു, അല്ലെങ്കിൽ മൈലേജ് ഐഡിയ അടിക്കുമ്പോൾ തന്നെ പറയാണ്, ബെല്ലി സാർ പറയാണ്, സുബീഷ് ലീഡറാണ്, പിന്നെ ബിജു ലീഡറാണ് കേട്ടോ, പിന്നെ അയൂബ് ലീഡർ ആയിക്കോ, പിന്നെ റമീസ് ലീഡറാണ് കേട്ടോ, പിന്നെ ഷായർ ലീഡറാണ് കേട്ടോ. ഇങ്ങനെ ഓരോരുത്തർക്കും ലീഡർഷിപ്പ് ആയിട്ട് കൊടുക്കല്ല. ലീഡേഴ്സ് ആർ നോട്ട് ബോൺ. അത് ഒരു ഉണ്ടാവുന്നതല്ല, ഉണ്ടാക്കിയെടുക്കുന്നതാ, മെയ്ഡ് ചെയ്യുന്നതാ. ഓക്കെ. ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ആ സാധനം. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ശൈലേഷ് ബാല ഈ ലീഡറാണ് കേട്ടോ, ശ്രീധര, ശ്രീജിത്തെ ഈ ലീഡർ കേട്ടോ, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഓക്കെ. അപ്പൊ ലീഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഫീൽഡ് പോയാൽ മാത്രമേ സാധനം ലീഡർഷിപ്പ് കയറി വരുള്ളൂ മക്കളെ. ഫീൽഡാണ് നമ്മുടെ മെയിൻ സാധനം. ഓക്കെ. അവിടുന്ന് അപ്പോൾ അതിന് കൃത്യമായിട്ട് എന്ത് വേണം? കൃത്യമായിട്ടുള്ള ആസൂത്രണം ചെയ്ത് ട്രെയിനിങ് കൊടുത്ത് അവരെ ഫീൽഡിൽ വർക്ക് ചെയ്യിപ്പിച്ച് അവർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി, അവർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ശാസിക്കണം. ചീത്ത പറയേണ്ടടുത്ത് ചീത്ത പറയണം. ഓക്കെ. പണ്ട് കാരണന്മാര് പറയുന്നില്ലേ, ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തള്ളിക്കള. കേട്ടിട്ടില്ലേ? അപ്പൊ പറഞ്ഞു കൊടുക്കുക. നമ്മൾ പണ്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫീൽഡിൽ വന്ന് ചെയ്തിട്ടുണ്ടാക്കുന്നൊക്കെ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. എന്നിട്ടും കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് നുള്ളി കൊടുക്കുക തന്നെ വേണം. ഓക്കെ. നുള്ളി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഒന്ന് പുഷ് ചെയ്യണം. എന്നിട്ടും എന്നെ സാറേ എനിക്ക് ഇങ്ങനെയൊക്കെയാ പറ്റുള്ളൂ. ഓ ആയിക്കോട്ടെ, ശരി. അപ്പൊ എന്ത് ചെയ്തോളാം? നിങ്ങളെ സമയം വേസ്റ്റ് ആക്കരുത് ആ കൂടെ നടന്നിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളെ ലീഡർഷിപ്പ് കാറ്റഗറിയിലേക്ക് വരുന്ന ആളുകളെ അവരെ തന്നെ വേറെ തന്നെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് വേറെ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുക. മറ്റുള്ളവരെ ആ കാറ്റഗറിയിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു ട്രെയിനിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. യു കനോട്ട് എക്സ്പെക്ട് സമ്മോൺ ടു ബി ലീഡർ ബൈ ചാൻസ്. നിങ്ങൾ ഒരു കാരണവശാലും പ്രതീക്ഷിക്കരുത്, സാറേ അവിടെ ഉണ്ടല്ലോ ഇന്ന സ്ഥലത്ത് ഒരാളുണ്ട്, ഇവള് പ്ലാൻ കൊടുക്കണം, ആള് റെഡിയാണ്, ജോയിൻ ചെയ്യാൻ റെഡി ആയി നിൽക്കുകയാണ്, എന്റെ ഒരു സൈഡ് അങ്ങ് പിന്നെ ഓൻ കൊണ്ടുപോയിക്കോളും, ഇവള് നോക്കണ്ട, എന്റെ ഒരു സൈഡ് പിന്നെ ഓൻ നോക്കിക്കോളും, ഓൻ വന്നാ മതി. അങ്ങനെ ഒരു സാധനം ഇല്ലേ സാറേ? നിങ്ങൾ വെറുതെ വിചാരിക്കാം.
അതായത് യു കനോട്ട് എക്സ്പെക്ട് സം വൺ ടു ബി എ ലീഡർ ബൈ ചാൻസ്. ബൈ ചാൻസിൽ ഒരുത്തം വന്നിട്ട് ലീഡർ ആവൂല. നിങ്ങൾ ചിന്തിക്കേണ്ട അത്രേ ഉള്ളൂ. നിങ്ങളെ കണ്ടിട്ടാണ് ആര് വരുന്നത്, ആര് വളരുന്നത്, അവൻ വളരുന്നത്. നിങ്ങൾ എന്താ പറയാ, ഓൻ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നല്ലോ, നിന്റെ ഒരു സൈഡ് ഓൻ കൊണ്ടുപോയിക്കോളും. ഓൻ കൊണ്ടുപോകില്ല, 100% ഓൻ കൊണ്ടുപോകില്ല. ഓൻ ആവശ്യക്കാരനല്ല, അത്യാവശ്യക്കാരനാണെങ്കിൽ മാത്രമേ അവൻ കൊണ്ടുപോകുള്ളൂ. അത് എന്താ പറയാ, ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള പെർസെൻറ്റേജ് മാത്രം. അതല്ലാത്ത കേസുകൾ ഒന്നും തന്നെ ഒരാൾ പോലും എന്തില്ല, ബൈ ചാൻസിൽ ലീഡർ ആവുന്നില്ല. അവൻ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ അവൻ നമ്മളെ കൂടെ നല്ലൊരു ലീഡറായിട്ട് വരുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോളാം, കണ്ടോളാം. ദെൻ യൂസ് ടൂൾസ്. ഈ ബിസിനസ്സിൽ എന്തുണ്ട്, ടൂൾസ് ഉണ്ട്. എത്ര പേര് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്? എന്തൊക്കെ ടൂൾസ് ഇവിടെ ഉള്ളത്? എത്ര പേര് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് ഈ ബിസിനസ്സിൽ? ടൂൾസോ? ഇതിന് ടൂൾസ് ഒക്കെ ഉണ്ടോ? ഇതിന് സ്പാനറൊക്കെ ഉണ്ടോ? സ്പാനറും ഇതൊക്കെ ഉണ്ടോ? അങ്ങനത്തെ സംഭവങ്ങളോ? 18, 19 സ്പാനർ, 20, 30, 12, 13 സ്പാനർ, അങ്ങനത്തെ ടൂൾസ് ഉണ്ടോ? സാറേ, നമ്മളെ ടൂൾസ് ഉണ്ട് ഇവിടെ. നിങ്ങളെ കയ്യിൽ എത്ര പേർ എടുത്ത ടൂൾസ് ഉണ്ട്? എന്താണ് ടൂൾസ്? നമ്മുടെ ട്രെയിനിങ് ഫയൽ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫയൽ ടൂളാണ്. ഓക്കെ, പ്രൊഡക്റ്റ് ഫയല്, ബാഗ്, ഓക്കെ, അതിന് പ്ലാൻ വരയ്ക്കാനുള്ള സാധനങ്ങൾ. ജസ്റ്റ് ഒരു ലീഡർഷിപ്പിലേക്ക് എത്തുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു ടാബ് വേണമെങ്കിൽ ടാബ് വാങ്ങിക്കാം. ഓക്കെ, ദെൻ നോട്ട്ബുക്ക്, ലിസ്റ്റ്, നിങ്ങളുടെ ലിസ്റ്റ്. ഓക്കെ, ഒരു 250 ആളുടെ ലിസ്റ്റ് നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം. ദെൻ അതേപോലെ തന്നെ ഇത്രയും സാധനം, ഇങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്, കിറ്റ്, പെന്ന്, കാര്യങ്ങളെല്ലാം. ഈ സാധനം ടൂൾസ് ആണ്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ പറയാം ടൂൾസ്. അതായത് ടൂൾസ് വർക്ക് ഈവൻ വെൻ യു ആർ നോട്ട് വർക്കിംഗ്. അങ്ങനെയാണല്ലോ പറയുന്നത്. ഇപ്പൊ ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ടൂൾ വർക്ക് ചെയ്യുമോ? അപ്പോൾ അത് മാത്രമല്ല, അത് ഉപകരണങ്ങളാണ്. ഞാനിപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപകരണങ്ങളാണ്, ടൂൾസ് ആണ്. ആണെങ്കിൽ കൂടിയിട്ട് ടൂൾസ് എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിങ്ങിന്റെ ടൂൾസ് എന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ GTS സെന്ററുകളാണ്. GTS സെന്റർ. എത്ര പേര് GTSൽ പങ്കെടുക്കാറുണ്ട്? ഇപ്പൊ ഈ മീറ്റിംഗിൽ എനിക്ക് തോന്നുന്നു സാറേ ഒരു 300 സംതിങ് ആൾക്കാരില്ലേ? 412 പേരുണ്ട് സാർ. 412 പേര് ഇപ്പൊ ഈ മീറ്റിംഗിലുണ്ട്. 412 പേരിൽ ഞാൻ ചോദിക്കുന്നു, എത്ര പേര് GTSൽ പങ്കെടുക്കാറുണ്ട്? ഓക്കെ, GTSൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് അത് ഡ്യൂപ്ലിക്കേഷൻ ബിസിനസ് ഇല്ല. നിങ്ങളുടെ ടൂൾസ് ആണ് GTS. അതേപോലെ തന്നെ ട്രെയിനിങ്ങുകൾ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ്, ടീം മീറ്റിംഗ്, ഹോം മീറ്റിംഗ്, അതേപോലെ തന്നെ ലീഡേഴ്സ് മീറ്റിങ്ങുകൾ, ഇതിലെല്ലാം തുടർച്ചയായിട്ട് പങ്കെടുക്കുന്ന വ്യക്തികൾ, അതാണ് ടൂൾസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു ടീം, ഒരു വ്യക്തി, ഒരു ലീഡറാണ്. നിങ്ങൾക്ക് നാളെ സുഖമില്ല, അല്ലെങ്കിൽ ഇന്ന് സുഖമില്ലാതെ, ഇന്ന് GTS കോഴിക്കോട് നളന്തയിൽ GTS നടക്കുന്നുണ്ട്. ഓക്കെ, ടൂള് ഈ ഒരു സിസ്റ്റം പഠിപ്പിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ബിസിനസ് അവിടെ റൺ ചെയ്യുമോ ഇല്ലയോ? എന്താ സംഭവിക്കുക? ടൂൾസ് ആർ ഡ്യൂപ്ലിക്കേറ്റബിൾ. എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പോയിട്ടില്ലെങ്കിലും അവിടെ എന്ത് സംഭവിക്കും? അവര് GTSൽ പോകും, GTSൽ പങ്കെടുക്കും, GTSൽ മോട്ടിവേറ്റ് ആവും, വീണ്ടും എന്ത് സംഭവിക്കും? ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ടൂൾസ് ആർ ഡ്യൂപ്ലിക്കേറ്റഡ്. ഇതാണ് നമ്മളെ GTS ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് നമ്മളെ ടൂൾസ് എന്ന് പറയുന്നത്. ഇത് തന്നെയല്ലേ അനീഷ് സാറൊക്കെ നമ്മളെ പഠിപ്പിച്ചത്? ഇതിനെല്ലാം ബെല്ലി സാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനെല്ലാം മുബീൻ സാർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് നമ്മളെ കൊണ്ട് കൃത്യമായിട്ടുള്ള ഈ ടൂളുകൾ പഠിപ്പിച്ചത് കൊണ്ടാണ് സാറേ ഞങ്ങൾ ലീഡേഴ്സ് ആയത്. അത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾ ലീഡേഴ്സ് ആയത്. വേറെ ഒന്നല്ല, വേറെ ഒരു മാജിക്കും ഇവിടെ നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ടീം വരുന്നില്ല എന്ന് നിങ്ങൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ടൂൾസ് കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നെവർ ഡു ഫോർ ദം വാട്ട് ദേ ഷുഡ് ഡു ഫോർ ദം ദംസെൽഫ്. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ട അത്രയേ ഉള്ളൂ. ഒരു കാരണവശാലും ടീമിലുള്ള, അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുക, കുറച്ച് ഓപ്പണായിട്ട് പറയട്ടെ, ഇത്രയേ ഉള്ളൂ. ഒരു കാരണവശാലും സ്പൂൺ ഫീഡിങ് ചെയ്യരുത്. ഒരു കാരണവശാലും സ്പൂൺ ഫീഡിങ് ചെയ്യും. സാറേ, എനിക്ക് സ്റ്റാർ ആയിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ റൂബി ആയിരിക്കും പറയുന്നുണ്ടാവുക. എന്ത് സാറേ, എനിക്ക് ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാൻ പറയാനുണ്ട്, അല്ലെങ്കിൽ അതുണ്ട്, ഇതുണ്ട്. എന്ത് കാര്യത്തിനും ലീഡറെ ചാരി നിന്നിട്ട് ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടാവും.
അങ്ങനത്തെ ആളുകളടുത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒന്ന് അയാൾ കഴിവുള്ള വ്യക്തിയാണ്, പക്ഷെ ആ കഴിവ് അയാൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്തുകൊള്ളുക അയാളെ മനഃപൂർവ്വം അയാൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, ഒന്ന് 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 കുറച്ചുകൂടി സപ്പോർട്ട് കുറച്ചു കൊടുക്കുക. അയാൾ സാറെ കയറി വരട്ടെ, ലെറ്റ് ദം ഫൈറ്റ്, അയാൾ ഫീൽഡിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് കയറി വരട്ടെ. അപ്പോഴേ അയാൾക്ക് ഒറിജിനൽ ആയിട്ടുള്ള എന്തുണ്ടാവുള്ളൂ, ഈ ഒരു കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. അതായത് ലെറ്റ് ദം ഫൈറ്റ്, സ്ട്രഗിൾ ചെയ്യട്ടെ, ഫീൽഡിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യണം. ഫീൽഡിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യാത്ത ഒരുത്തനും ഈ ബിസിനസ്സിൽ സക്സസ് ആയിട്ടില്ല. കാരണം നാളെ അവൻ എന്ത് ചെയ്യും, നിങ്ങൾ ആർക്കാണോ സ്പൂണിൽ കോരി കൊടുക്കുന്നത്, എഴുതി വെച്ചോ, നിങ്ങൾ ആർക്കാണോ സ്പൂണിൽ കോരി കൊടുക്കുന്നത്, നാളുകളിൽ ആ സ്പൂണ് തിരിച്ചു വാങ്ങി അവൻ നിങ്ങളെ കണ്ണു കുത്തും. ഉറപ്പാ, എഴുതി വെച്ചോ, ഒരു സംശയം വേണ്ട കാര്യത്തിൽ, ഒരു തർക്കമില്ലാത്ത കാര്യം. പ്രത്യേകിച്ച് ഈ ബിസിനസ്സിൽ, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ അത് ഒരു സംശയമില്ലാത്ത കാര്യം. അപ്പൊ സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്ന സാധനം ഒഴിവാക്കുക. അവർ കയറി വരട്ടെ, ലെറ്റ് ദം ഫൈറ്റ്, അവർ ഫീൽഡിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് വരട്ടെ, സ്ട്രഗിൾ ചെയ്യട്ടെ, കുറച്ച് കഷ്ടപ്പെടണം. കഷ്ടപ്പെടാതെ കിട്ടിയ പൈസയ്ക്ക് ഒന്നും അവർക്ക് മൂല്യമുണ്ടാവില്ല. അതായത് അവർ എന്ന് കരുതിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം, ടീമിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. നിങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ പാസീവ് ഇൻകം കിട്ടൂല. ഓക്കെ, ഇത് ഞാൻ ലീഡർമാരോടല്ല പറയുന്നത്, തുടക്കക്കാരായ ആളോടാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യണ്ട എന്ന് കരുതിയിട്ട് സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സപ്പോർട്ടൊന്നും കൊടുക്കണ്ട. കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ, ഇന്നത്തെ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ. ഈ ഒരു ബിസിനസ്സിൽ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് DTC വരെയാണ്. നിങ്ങൾ DTC ആവുന്നത് വരയ്ക്കും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ഒരു ഈ ബിസിനസ്സിലേക്ക് ഒരു ബിൽഡിങ്, ഒരു 50 നില ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ, അതിന്റെ ഫൗണ്ടേഷൻ അല്ലെ, തറ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. 50 ബിൽഡിംഗ് കെട്ടി, 50 നിലയുള്ള ബിൽഡിംഗ്, ഇപ്പൊ കോഴിക്കോട് 50 നിലയുള്ള ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്, ഗാലക്സി അപ്പാർട്ട്മെന്റ് അല്ലെ. അത് ആദ്യം ചെയ്തെന്തായിരിക്കും, അതിന്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയിട്ടുണ്ടാവും. ബെൽറ്റ് ഒക്കെ ഇട്ടല്ലേ, തറ അത്രയും സ്ട്രോങ് ആയിരിക്കും. സെയിം ഇവിടെ അതേപോലെ തന്നെയാണ്. ആദ്യത്തെ DTC വരെയുള്ള ആ റാങ്ക് ഏതാണ്, സ്റ്റാർ മുതൽ സ്റ്റാർ, റൂബി, TC, ATC, DTC, ഈ 5 റാങ്ക്. DTC സ്റ്റാർ മുതലേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ കേട്ടോ, ഞാൻ ബ്രോൺസ് ഒന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ഓക്കെ, അത് DTC വരെയുള്ള ഒരു എത്തിയ വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ മുകളിലോട്ട് പോകാനുള്ള എല്ലാ നോളജും നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം, നേടിയിരിക്കണം, അറിഞ്ഞിരിക്കണം. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന രീതി ചെയ്യണം എന്നുള്ള നോളജ്, ഈ ബിസിനസ് എന്താണെന്നും ഈ ബിസിനസിന്റെ സാധ്യത എന്താണെന്നും ഈ ബിസിനസ്സിന്റെ ഇൻകം പ്ലാൻ എന്താണെന്നും അത് ഹൈബ്രിഡ് പ്ലാൻ എന്താണെന്നും എല്ലാ സാധനങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ DTC ആകുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ രണ്ടാമത്തെ സ്റ്റേജ് DTC to STC. DTC മുതൽ STC എന്താ അതിന്റെ പ്രത്യേകത, ആ DTC മുതൽ STC ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കണം. ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എക്സ്പേർട്ട് ആയിരിക്കണം. ആ എക്സ്പേർട്ട് ആയി കഴിഞ്ഞാലുള്ള പ്രത്യേകത, അവിടുന്ന് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് STC നിങ്ങൾ ഒന്ന് പറഞ്ഞൊരു പോക്ക് പോകും. അതാണ് അതിന്റെ പ്രത്യേകത. എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ ഹൈ സ്പീഡിലേക്ക് നിങ്ങളുടെ പിന്നീടുള്ള ഗ്രോത്ത് ഉണ്ടാവുക. അപ്പൊ അതേസമയം എന്തുകൊണ്ടാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിനകത്ത് നിങ്ങൾ നോക്കിയാൽ മതി, GTS സെന്ററിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ DTC റാങ്കിലാണ് കുമിഞ്ഞുകൂടി നിൽക്കുന്നുണ്ടാവുക. നിങ്ങൾ നോക്കിക്കോ, ഏറ്റവും കൂടുതൽ ആളുകൾ DTC റാങ്കിലാണ് ഉണ്ടാവുക GTS സെന്ററുകളിൽ. അവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് DTC റാങ്കിൽ നിൽക്കുന്നു, കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ DTC റാങ്കിൽ നിൽക്കുന്നു, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ DTC റാങ്കിൽ. സാറേ 4 മാസം അല്ലെങ്കിൽ 5 മാസം ഇത്രേ പാടുള്ളൂ. ഞാൻ എത്ര വർഷമായിട്ട് ഞാൻ DTC റാങ്കിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അയാൾ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല, അയാൾ എക്സ്പേർട്ട് ആയിട്ടില്ല. അവിടുന്ന് പിന്നെ അയാൾ എക്സ്പേർട്ട് ആവണമെന്നുണ്ടെങ്കിൽ പിന്നെയും സമയമെടുക്കും. പിന്നെയുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്നുണ്ടാവുക റാങ്ക് STC ആണ്. ZTCയിൽ ആൾ കുറവോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ZTCയിൽ ആൾ കുറയും, DTCയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ STCയിലും ഉണ്ടാവും. എന്താ കാരണം, ഈ സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ഒരുപാട് സ്പൂൺ ഫീഡിങ് കൊടുത്ത് ടീമിനെ നശിപ്പിക്കരുത്. അവര് കയറി വരട്ടെ, സ്ട്രഗിൾ ചെയ്യട്ടെ, ഒക്കെ കയറി വരട്ടെ ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു സങ്കടമോ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ, ആ സങ്കടം കാര്യങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം അവരോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. ദെൻ ബിൽഡ് യുവർ ബിസിനസ് വിത്ത് പ്രോഗ്രാംസ്. ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാ. ഓക്കെ, പ്രോഗ്രാംസ്
നമുക്കിപ്പോൾ നമ്മൾ എത്രയോ ലക്കിയാണ്, കാരണം നമുക്ക് നല്ല കുറച്ച് പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഓക്കെ, എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിൽ പ്രോഗ്രാംസ് മാക്സിമം ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രോഗ്രാംസ് പങ്കെടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ തലയിൽ അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ ഈ സാധനം നല്ലപോലെ കയറി വന്നിട്ടുള്ളത്. ഓക്കെ, പ്രോഗ്രാംസ് ആർ ലൈൻ ഓഫ് പ്രോഗ്രാംസ് ദ ലൈഫ് ലൈൻ ഓഫ് ദ ബിസിനസ്. എന്താണ് ലൈഫ് ലൈനാ ഈ ബിസിനസിന്റെ? ഈ ബിസിനസ്സിന്റെ ലൈഫ് ലൈനാണ്. അപ്പോൾ എന്താണ് എന്തൊക്കെ പ്രോഗ്രാംസാ? ഒരുപാട് ടൈപ്പിലുള്ള മെഗാ പ്രോഗ്രാംസ് ആണ്. നിങ്ങളുടെ ടീമിന്റെ ഫാമിലി മീറ്റ് പ്രോഗ്രാംസ് ആണ്. നമ്മൾ താമരശ്ശേരിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നാവിഗേറ്റർ എന്ന് പറഞ്ഞ വലിയൊരു പ്രോഗ്രാം നടത്തി, ബെൽനിസാറിന്റെ എല്ലാ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എക്സോറ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വരുന്നുണ്ട്. എക്സോറ അത് സ്വപ്നനഗരിയിൽ നടക്കാൻ വേണ്ടി പോകുന്ന ഒരു 10,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം, അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ മാക്സിമം ഉപയോഗിക്കുക. എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വന്നതിന് ശേഷം അത്തരത്തിലുള്ള പ്രോഗ്രാമിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത്, ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഭ്രമരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. 2015 ഒക്ടോബർ മാസത്തിലാണ് എൻ്റെ ID ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബെൽനി സാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതേ സമയത്ത് എൻ്റെ ID ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്നത് 2016 ഏപ്രിൽ മുതലാണ്. പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, 6 മാസത്തോളം ഞാൻ വെറുതെ ഇരുന്നതാ, നോക്കി നിന്നതാ, ഞാൻ ചെയ്തിട്ടില്ല. ദെൻ അതിന് ശേഷം നോക്കുകയാണെങ്കിൽ 2016 ഏപ്രിലിന് ശേഷം ഞാൻ ഈ ബിസിനസ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ തുടങ്ങി. ആഴ്ചയിൽ 2000 രൂപ കിട്ടിയാൽ മതി എന്നത് മാത്രമേ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. 2000 രൂപ ആഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ മാസം 8000 രൂപ കിട്ടും. അത് ഹാപ്പി. എൻ്റെ ഗോകുലത്തിൻ്റെ ചിട്ടി അടയ്ക്കാം, ഇതാണ് എൻ്റെ പ്ലാനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ സാലറീൻ്റെ കൂടെ 8000 കിട്ടിയാൽ ഹാപ്പി എന്നുള്ളതാണ്. ദെൻ അതേ സമയത്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 500 രൂപ 600 രൂപ തുടക്കത്തിലൊക്കെ അങ്ങനെയാണ് വരുമാനം കിട്ടിയിട്ടുണ്ടായിരുന്നത്. 2 മാസം എടുത്തു എനിക്ക് ആദ്യത്തെ 2000-ന്റെ ചെക്ക് കിട്ടാൻ. ആ 2000-ന്റെ ചെക്ക് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു, കാരണം എൻ്റെ ടാർഗറ്റഡ് എമൗണ്ട് എനിക്ക് കിട്ടിയത്. ദെൻ അതിനുശേഷം പിന്നീട് ശക്തമായിട്ട് സ്പീഡ് കൂട്ടിയിട്ട് ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ടുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, അത് 2000 4000 മാറി, 4000 8000 മാറി, ഒക്കെ അങ്ങനെ ആ രീതിയിലേക്ക് റാങ്ക് കയറി. ഒറ്റ കൊല്ലം കൊണ്ട്, അടുത്ത ഒരു വർഷം കൊണ്ട് ZTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തി. 2017 ഞാൻ ZTC എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം അപ്പോഴാണ് എനിക്ക് തിരുവനന്തപുരത്തേക്ക്, ഞാൻ ICC പ്രൊഡൻഷ്യൽ എന്ന കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ടൊന്ന് കുടുങ്ങിപ്പോയി. അപ്പോൾ ആ കുടുങ്ങിയ സമയത്ത് പക്ഷേ ഞാൻ വിട്ടില്ല. ആ സമയത്ത് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്തു. ഒരു വർഷത്തോളം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ അടുത്തൊരു വർഷം കൊണ്ട് 2017, അപ്പോഴത്തേക്ക് 2017 കഴിഞ്ഞു എന്നുള്ളതാണ്. 2017 ഒക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ ഈ ബിസിനസ്സിൽ കൂടി ബെൽനി സാറിൻ്റെ ടീമിലെ ആദ്യത്തെ കാർ അച്ചീവറാണ് ഞാൻ, ടിയാഗോ കാറ്. എൻ്റെ ചെറിയൊരു 2017 ജൂൺ മാസം 18-ാം തീയതിയാണ് തോന്നുന്നു ഞാൻ ടിയാഗോ കാറ് വാങ്ങിക്കുന്നത്. അതിനുശേഷം ബിസിനസ് ഒന്നുകൂടി സ്പീഡാക്കി. ആ സമയത്താണ് മുബീൻ സാർ കോഴിക്കോട് വന്നിട്ട് പറയുന്നു, നമ്മളൊരു വലിയ മെഗാ പ്രോഗ്രാം നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നു, ടീം വെലോസിറ്റി ഇന്റർനാഷണലിന്റെ ബാനറിൽ വലിയൊരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ. അപ്പം ഞാൻ കരുതി ഓക്കെ, നടക്കട്ടെ, വലിയ പ്രോഗ്രാം ഒക്കെ അല്ലേ. അപ്പോൾ ഈ മൈലേജ് സ്റ്റൈൽ ഇത്ര വലിയ പ്രോഗ്രാം ഒന്നും ഞാനും കണ്ടിട്ടില്ല. അപ്പോഴാണ് പിന്നെ പറയുന്നത് ഏകദേശം 50 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന പരിപാടിയാണ്. 5 ലക്ഷം രൂപയാണ് സ്വപ്നനഗരിന്റെ ഒരു ദിവസത്തെ റെന്റ് വരുന്നത്. അപ്പോൾ സ്റ്റേജിൽ കാറുകൾ വന്നിറങ്ങും, അങ്ങനെയാണ്. അപ്പം ഞാൻ ഇതൊക്കെ തള്ളല്ലേ, ഇതൊക്കെ ഇപ്പം നടക്കുമോ? എൻ്റെ റാങ്ക് അന്ന് ZTC കേട്ടോ. ഓക്കെ, എന്നിട്ട് ഞാൻ അങ്ങനെ, കാരണം ഞാനത് കണ്ടിട്ടില്ല. കാണാത്തൊരു സാധനം എന്താണ്, നമുക്കതൊരു പറഞ്ഞു കേൾക്കുന്നേരം നമുക്കതൊരു കുറച്ച് ഓവർ തള്ളുകയാണോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനൊരു 17 അന്ന് ആ സമയത്ത് 2018 ആ ഒരു പ്രോഗ്രാമിന്റെ ഭ്രമരത്തിന്റെ തലേന്ന്, അതായത് 2018 ഫെബ്രുവരി മാസം 18-ാം തീയതിയാണ് ഭ്രമരം ഉണ്ടായിരുന്നത്. 17-ാം തീയതി ഞാൻ ഇവിടെ പോയി നോക്കി, എവിടെ, സ്വപ്നനഗരിയിൽ ആ സ്ഥലത്ത് പ്രോഗ്രാം സെന്ററിന്റെ ആ പുറത്ത് പോയി നോക്കിയപ്പോഴാണ് എൻ്റെ കിളി പോയത്. അത്രയും വലിയൊരു സെറ്റപ്പ്. അതിൽ ഇവര് എന്താ പറയാ, മുബീൻ സാർ പറഞ്ഞ പോലെയുള്ള പ്ലാനിങ്ങുകൾ നടക്കുന്നു, കാര്യങ്ങളെല്ലാം. എനിക്ക് അവിടുന്ന് സങ്കടം വന്ന്, ഭയങ്കരമായ സങ്കടം. കാരണം ഈശ്വര, ഞാൻ ഈ സംഭവം അത് വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്തില്ലല്ലോ, എനിക്കത് ശക്തമായ രീതിയിൽ പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, എനിക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഞാൻ അപ്പോഴത്തേക്ക് 22 ലക്ഷം മാച്ച് ചെയ്ത് നിൽക്കുക, 22 lakhs 22 ലക്ഷം ബിസിനസ് പോലെ മാച്ച് ചെയ്ത് നിൽക്കുക.
ഞാനൊരു 3 ലക്ഷത്തിൻ്റെ ബിസിനസ്സും കൂടെ ചെയ്തിൻ്റെ STC റാങ്ക് ചെന്ന് കയറാൻ പറ്റുമായിരുന്നല്ലോ എനിക്ക് നഷ്ടമായി പോയല്ലോ, അയ്യേ എന്താ ഞാൻ ചെയ്യുക എന്നുള്ള ലെവലിലുള്ള കുറ്റബോധവും കാര്യങ്ങളും എനിക്കുണ്ടായത്. അതായത് പണ്ടൊരു ഒരിക്കലൊരു കഥ പറയണ്ടായി. കഥ ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം RTC മീറ്റിങ്ങിലുള്ള ഒരു മീറ്റിങ്ങിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിൽ ഞാൻ പറഞ്ഞിട്ടില്ല, വീണ്ടും ഞാൻ ഒന്നുകൂടി പറയാം, പല ആളുകൾ കേൾക്കാത്ത ആളുകൾ ഉണ്ടാവാം. അതായത് ഒരു മരുഭൂമിയിൽ കൂടി പണ്ട് കാലങ്ങളിലുള്ള ഒരു കഥയാണ്. ഒരു മരുഭൂമിയിൽ കൂടി കുറേ യാത്രക്കാർ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ അവർക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് ഒരുപാട് നടക്കാനുണ്ട്. നടന്ന് രാത്രിയായിട്ടും അവർക്ക് എത്തേണ്ട സ്ഥലം പെട്ടെന്ന് എത്തേണ്ടതുകൊണ്ട് തന്നെ അവർ രാത്രി എന്നുള്ള കുറച്ചും കൂടി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ള ലെവലിൽ പിന്നെയും നടന്നു. അങ്ങനെ നടന്ന് കുറേ കഴിഞ്ഞ് ക്ഷീണിതരായ സമയത്ത് ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് പെട്ടെന്ന് ഒരു അശരീരി വന്നു. ഓക്കെ, അശരീരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഥയിലൊക്കെ പറയുന്ന സംഭവമില്ലേ അശരീരി, അതായത് ദൈവവചനം. അതായത് ഒരു അശരീരി വന്നത് എങ്ങനെയാണ്: നിങ്ങൾ ഈ സ്ഥലത്ത് നിന്നും മണൽ വാരിയാലും ദുഃഖിക്കും, വാരിയിട്ടില്ലെങ്കിലും ദുഃഖിക്കും. ഇതാണ് അശരീരി, വേറെ ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ ഇവിടെ ഉള്ള മണൽ വാരി കഴിഞ്ഞാലും നിങ്ങൾ ദുഃഖിക്കും, വാരിയിട്ടില്ലെങ്കിലും ദുഃഖിക്കും. അപ്പൊ കുറെ ആളുകളുണ്ട്. അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്തു? വാരിയാലും ദുഃഖിക്കും, വാരിയിട്ടില്ലെങ്കിലും ദുഃഖിക്കും. എന്തായാലും ദുഃഖിക്കാനുള്ളതാണല്ലോ. അപ്പൊ എന്നാ പിന്നെ ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പിടി വാരി സഞ്ചിയിലിട്ടു. ഓക്കെ, ബാക്കിൽ വന്നത് എന്ത് ചെയ്തു? കുറച്ച് ആളുകൾ എന്ത് ചെയ്തു? വാരിയിട്ടില്ലെങ്കിലും ദുഃഖിക്കുമല്ലോ, എന്നാ പിന്നെ എനിക്ക് വേണ്ട, ഞാൻ വാരുന്നില്ല. ചില ആളുകൾ എന്ത് ചെയ്തു? എന്നാ പിന്നെ കുറച്ച് കൂടുതൽ വാരിയിട്ട് സഞ്ചിയിലിട്ടു. അങ്ങനെ അവര് എന്ത് ചെയ്തു? അവിടുന്ന് പോയി വേറെ സ്ഥലത്ത് റെസ്റ്റ് ഒക്കെ എടുത്തു. പിറ്റേന്ന് രാവിലെ വെളിച്ചം വന്ന സമയത്ത്, രാവിലെ നോക്കുന്ന സമയത്ത് ഇന്നലെയുള്ള അശരീരി കേട്ട സംഭവം ഒന്ന് നോക്കിയാലോ എന്നുള്ള ലെവലില് നോക്കിയപ്പോണ്ട് അവരുടെ സഞ്ചിയിൽ തുറന്നു നോക്കിയപ്പോൾ എന്താ കാണുന്നത്? പൊന്നിന്റെ തരികളാ, സ്വർണ്ണ തരികളാ. ഓക്കെ, അപ്പൊ അന്നേരമാണ് അവർ ആ അശരീരി ശ്രദ്ധിച്ചത്. നിങ്ങൾ ഇവിടെ നിന്ന് മണൽ വാരിയാലും ദുഃഖിക്കും, വാരിയിട്ടില്ലെങ്കിലും ദുഃഖിക്കും. അതായത് വാര്യവൻ വിചാരിച്ചു, പടച്ചോനെ ഞാൻ കുറച്ചും കൂടി തോന വാരിക്കൂടേനു, എനിക്കിന്ന് ഒത്തിരി വാരിയിട്ടുള്ളൂ, കുറച്ചും കൂടി തോന വാരിക്കൂടേനു, ഞാൻ ഒരു പിടിയെ വാരിയുള്ളൂ, ആ സഞ്ചി നിറച്ച് വാരി എനിക്ക് എത്ര എന്നല്ലേ ഇനിന്ന്. ഓക്കെ, തീരെ വാരാത്തവൻ എന്താ വിചാരിച്ചേ, ഒരു പിടിയെങ്കിലും വാരിയാൽ മതി ഇനിന്ന്. ഇതേ കഥയാണ് എനിക്ക് അന്ന് അവിടെ 2017 ആ പ്രോഗ്രാമിന്റെ മുറ്റത്ത് പോയ സമയത്ത് എനിക്ക് മനസ്സിലായത്. ഈശ്വര, ഈ പ്രോഗ്രാം ഞാൻ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു 10-200 ആൾക്കാരെയും കൂടി, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു റാങ്ക് കൂടി എനിക്ക് മാറ്റാൻ പറ്റുമായിരുന്നല്ലോ, ഞാൻ നന്നായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ. എനിക്കത് നഷ്ടമായി പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധം എനിക്ക് അന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിന്റെ സാധ്യത അന്ന് മനസ്സിലാക്കിയെന്ന് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. നിങ്ങൾക്ക് നോക്കിയാൽ മതി. ഇതാണ് എൻ്റെ ഫോട്ടോ. ഇതാണ് ഭ്രമരം പ്രോഗ്രാമിൽ ഞാൻ നിൽക്കുന്നത്. നിങ്ങൾ ഭ്രമരം പ്രൊമോഷണൽ പ്രോഗ്രാമിന്റെ വീഡിയോ കണ്ടില്ലേ? ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നെ തപ്പാത്ത സ്ഥലം, ആ വീഡിയോ കണ്ട അന്ന് മുതൽ ഞാൻ എന്നെ തപ്പിയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു 10-50 തവണ കണ്ടതിന് ശേഷമാണ്, ആ വീഡിയോ 10-50 തവണ കണ്ടതിന് ശേഷമാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഇതാണ് ഞാൻ. ഹലോ, ഈ നടുവിലുള്ള ആ ഒരു വ്യക്തി, അതാണ് ഞാൻ ഈ ബിസിനസ്സിൽ. 1 മിനിറ്റ് 42 സെക്കൻഡ് കഴിഞ്ഞ സമയത്ത് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഓക്കെ, ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. അതിനകത്തൊരു സമയമൊന്നുമില്ല, 1 മിനിറ്റ് മാത്രം. ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണിക്കാം, ഒന്ന് നോക്കിയോ. We are the number one today. It's all because of Kerala people. Management and independent distributor makes that is what my lifestyle is. യെസ്, ഇതാണ് ഞാൻ. അന്ന് ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട്. അതായത് ഇന്ന് നമ്മൾ GTS ഒക്കെ നടക്കുന്ന സമയത്ത്
ഇന്ന് GTS ഒക്കെ നടക്കുന്ന സമയത്ത് നളന്തയില് TC കയറുമ്പം തന്നെ 10, 200, 50 ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 75, 100 ആൾക്കാരുണ്ടാവും. എന്നാൽ GTSൽ റൂബികളെ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത്രമാത്രം ആൾക്കാരാണ്. അതിനകത്ത് ഒരാളായിരുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ എന്നെ ഒന്ന് മിന്നി കിട്ടിയതിൻ്റെ എൻ്റെ ഭാഗ്യം. ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡ് മാത്രമേ ഞാൻ എന്നെ ഇവിടെ കാണുന്നുള്ളൂ എന്നുള്ള. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അത്രേ ഉള്ളൂ ആ സാധനം. അന്നാണ് എൻ്റെ കിളി പോയത്. ഞാൻ വിചാരിച്ചത്രേ ഉള്ളൂ, ഈ ബിസിനസ് ഇങ്ങനെ ചെയ്താൽ പോരാ, ഇത് എനിക്ക് നഷ്ടമാണ്, ഇത് കളിക്ക് ഞാനില്ല. ഇതൊരു തീരുമാനമാണ്. ആ തീരുമാനം എടുത്തത് അവിടുന്നാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഭ്രമരം ഫെബ്രുവരി 2018 അന്നത്തെ ആ ഒരു സ്റ്റേജിൽ നിന്ന് എടുത്ത തീരുമാനമാണ്. അതായത് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ അന്ന് STC റാങ്കിലാണ്. നമ്മളെ ഈ ബിസിനസ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ പല സ്റ്റാർ റാങ്കിലുള്ള ആളുകളൊക്കെ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർ ആയില്ലേ, ഞാനും സ്റ്റാറാണ് എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ റൂബി ആയില്ലേ, ഞാനും റൂബി, നിങ്ങൾ TC ആയില്ലേ, ഞാനും TC ആണ് എന്നുള്ള കാറ്റഗറിയിൽ ഞങ്ങൾ ഒന്നിച്ച് വളർന്നു പോയിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ അന്ന് ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ZTCയിലാണ് ഉള്ളത്, മറ്റാളുകൾ STCയിലാണ്. പോസിറ്റീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ മൈൻഡ് ഉള്ള ഒരു വ്യക്തി എന്നുള്ള ലെവലാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങൾക്കും അത് ഉണ്ടാവണം, എല്ലാവർക്കും ഉണ്ടാവണം. അപ്പൊ അന്ന് ഞാൻ തീരുമാനിച്ചതാണ്, ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ പോരാ, ഇത് നാളുകളിൽ മലബാറിൽ കത്തിപ്പടരാൻ പോകുന്ന വലിയൊരു ബിസിനസ് ആണെന്നുള്ള തിരിച്ചറിവ് എനിക്ക് അന്നേരം അവിടുന്ന് വന്നു. ഒന്നും നോക്കിയില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എത്രയും പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്യുക എന്നുള്ള ഒറ്റ തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടുണ്ടായ മാറ്റം എന്ന് വെച്ചാൽ അടുത്തൊരു 3 മാസം, അതായത് ഭ്രമരം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴാണ്, ഫെബ്രുവരിയിലാണെങ്കിൽ മാർച്ച്, ഏപ്രിൽ 28-ാം തീയതിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, STC വന്നത്. ഞാൻ ഇത് എഴുതി വെക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളിത് എഴുതി വെക്കാറുണ്ടോ? എഴുതി വെക്കണം. നിങ്ങളുടെ ഗ്രോത്ത് റേറ്റ് നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ച് കഴിഞ്ഞാലുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 1 മാസം കൊണ്ട് നിങ്ങൾ TC റാങ്കിലെത്തി, ജോയിൻ ചെയ്ത് 1 മാസം കൊണ്ട് നിങ്ങൾ TC റാങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 1 മാസം കൊണ്ട് നിങ്ങൾക്ക് 30,000 രൂപ വരുമാനം കിട്ടിയെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ചില ആളുകൾ പറയും, സാർ ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാനിപ്പോൾ TC റാങ്കിൽ നിൽക്കുന്നു. 2 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് 30,000 റുപ്യ കിട്ടിയത്. വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. അവിടെ അത് ഭയങ്കര ക്ഷീണമാണ് നമുക്ക്. അപ്പൊ അത് പോരാ. അപ്പൊ നിങ്ങളെ മൈൻഡിനെ ഇതാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അയ്യോ, എനിക്ക് ഇത്ര പൈസയെ കിട്ടിയുള്ളൂ, അങ്ങനെ വെച്ചാൽ ഒന്നുകൂടെ സ്പീഡാക്കി ചെയ്യണമല്ലോ. ഒരു മാസം ഒരു 20,000 രൂപ ശമ്പളം കിട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ തന്നെ 2 ലക്ഷം ബിസിനസ് മാച്ച് ആവണം മാസം. അങ്ങനെ ചിന്തിക്കുക. അപ്പൊ ആ ഒരൊറ്റ ചിന്തയിൽ നിന്നാണ് പിന്നീട് ശക്തമായിട്ട് ഫുൾ ടൈം ആയിട്ട് സീരിയസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇറങ്ങിയോണ്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ അടുത്ത 10 മാസം കൊണ്ട് RTC റാങ്കും, അതായത് ഫുൾ ടൈം ആയി എന്നുള്ള ഒറ്റ സംഭവം കൊണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുവരയ്ക്ക് പാർട്ട് ടൈം ആണ്. ഫുൾ ടൈം ആയതിനു ശേഷം പിന്നീട് ഗ്രോത്താ, പിന്നീട് ഒരൊറ്റ പൊക്ക. ഫുൾ ടൈം ആയതിനു ശേഷം ഞാൻ ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകത ഫുൾ ടൈം ആയി എന്നുള്ളതാണ്. ഫുൾ ടൈം ആയതിനു ശേഷം പിന്നെ കണ്ടിന്യൂസ് ഗ്രോത്താ. അടുത്ത 10 മാസം കൊണ്ട് RTC റാങ്കും, അടുത്ത 12 മാസം കൊണ്ട് NTC റാങ്കും, അതിൻ്റെ അടുത്തൊരു ജസ്റ്റ് ഒരു കൊല്ലം കൊണ്ട് എന്താ പറയുക 3 കോടി ബിസിനസ് വോളിയം മാച്ചിങ്ങും, അതേപോലെ തന്നെ അതിൻ്റെ അടുത്ത ജസ്റ്റ് ഒരു കൊല്ലം കൊണ്ട് CTC റാങ്കും, 5 കോടി ബിസിനസ് വോളിയം 2021 ആയപ്പോഴത്തേക്ക് CTC റാങ്കും, അതേപോലെ തന്നെ 2023 ആയപ്പോഴത്തേക്ക് 7.5 കോടി മാച്ച് ചെയ്ത് ബെൻസ് വാങ്ങിക്കാനും, അതേപോലെ തന്നെ 10 കോടി 2024 മാച്ച് ആവാനും ഒക്കെ പോസിബിൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു ബിസിനസ്സാണ്. അത് ആ ഒരു തീരുമാനം അന്ന് ഭ്രമരത്തിൽ എടുത്ത തീരുമാനമാണ്. എന്താ അതിന്റെ പ്രത്യേകത? എന്താ കാരണം? എന്താണ് അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പ്രശ്നം? എന്താ പ്രത്യേകത? എന്താണ് ചിന്തിക്കേണ്ടതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ വീട്ടിലെ ഏതോ ഒരു മൂലയിലാണ് ഇരിക്കുന്നത്. ആണോ അല്ലയോ? ശരിയല്ലേ? അടുക്കളയിൽ നിന്ന് പ്ലാൻ ഇത് കേൾക്കുന്ന ആളുണ്ട്, സിറ്റ് ഔട്ടിൽ ഇരുന്ന് പ്ലാൻ കേൾക്കുന്ന ആളുണ്ട്, ഇത് കേൾക്കുന്നുണ്ട്, ബെഡ്റൂമിൽ കിടന്നിട്ട് ഇത് കേൾക്കുന്ന ആളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലെ കംഫർട്ട് സോണിലാണുള്ളത്. അതാണ് ഇതിന്റെ പ്രത്യേകത. ഈ കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളെല്ലാം തന്നെ കംഫർട്ട് ആയിട്ടുള്ള ചിന്തകളായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഇങ്ങനെയൊക്കെ മതി എന്നുള്ളത്. എന്നാൽ അതേ സമയത്ത് 10,000-കണക്കിന് ആളുകളെ ഇടയിൽ നിന്ന് ഈ പ്രോഗ്രാം കണ്ടിട്ട് ഞാൻ ചിന്തിക്കുമ്പോൾ, എനിക്ക് അവനേക്കാൾ മുന്നിലെത്തണം, അവനേക്കാൾ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കണം, എനിക്ക് എൻ്റെ നേട്ടങ്ങൾ കൂടുതൽ വളർത്താൻ വേണ്ടി പറ്റും എന്നുള്ള ചിന്തയാണ് എനിക്ക് അവിടെ വരിക. ഓട്ടോമാറ്റിക് സാധനം മാറുക, ചിന്ത മാറി. ഞാൻ എൻ്റെ വീട്ടിലിരുന്ന് ചിന്തിക്കുന്ന ചിന്തയും അതേപോലെ തന്നെ ഇത്തരം വലിയൊരു പ്രോഗ്രാമിൽ ഇരുന്ന് ചിന്തിക്കുന്ന ചിന്തയും രണ്ട് ചിന്ത വരും. അപ്പോൾ
ആ ഒരു ചിന്തയാണ് എന്നെ അവിടുന്ന് തീരുമാനം എടുപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രോഗ്രാം എക്സോറ നമുക്ക് വരുന്നുണ്ട്. ആ എക്സോറയിലേക്ക് നിങ്ങളെ നിലവിലുള്ള എല്ലാ ഇനാക്റ്റീവ്സിനെയും അവിടെ എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്ത, നിങ്ങളുടെ ലീഡർഷിപ്പാണ്. അപ്പൊ എത്തിച്ചു കഴിഞ്ഞാലുള്ള മെച്ചം എന്താ? അതിൽ പല ആളുകളും, നിങ്ങൾ 1000 പേരെ പങ്കെടുപ്പിച്ചാൽ 1000 പേരിൽ നിന്ന് 10 പേര് ഇതേപോലത്തെ തീരുമാനം എടുത്താൽ അടുത്ത 5 വർഷം കൊണ്ട് പുതിയ 10 ITC വരും. അടുത്ത 5 വർഷം കൊണ്ട് പുതിയ 5 ITC വരും, അല്ലെങ്കിൽ 10 ITC വരും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന തീരുമാനം. അപ്പൊ തീരുമാനം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിലേക്ക് എല്ലാ കാര്യങ്ങളും ഈ ബിസിനസ്സിൽ സംഭവിക്കുകയാണെങ്കിൽ, എന്നെ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് എൻ്റെ ഒരു മെഴ്സിഡീസ് ബെൻസ് അച്ചീവ്മെന്റ് ആണ്. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം. ഈ വീഡിയോ കാണിച്ചിരുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നാളെ നിങ്ങളും ഇതേപോലത്തെ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ട് ഇതേപോലത്തെ സെലിബ്രേഷൻ ഒരു മൊമെന്റിൽ കൂടി കടന്നു പോയി ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ക്ലൂസ് ആക്കണം. അതൊരു രസമല്ലേ? കാരണം ലൈഫ് ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ലൈഫേ ഉള്ളൂ. ആ രീതിയിൽ അതൊന്ന് ശക്തമായ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം. ഓക്കെ, ശക്തമായിട്ട് പ്ലാൻ ചെയ്യാം. ആ ഒരൊറ്റ തീരുമാനം കൊണ്ടുണ്ടായ മാറ്റം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ നോക്കേണ്ടത്രേ ഉള്ളൂ. ഭ്രമരത്തിലെടുത്ത ഒരൊറ്റ തീരുമാനം കൊണ്ട് 2018 അല്ലെങ്കിൽ ഈ കമ്പനിയുടെ തന്നെ അല്ലെങ്കിൽ ബെൽനിസാറിന്റെ ടീമിലെ ഏജിലെ ആദ്യത്തെ കാർ അച്ചീവർ ആവാൻ സാധിച്ചു ടാറ്റ ടിയാഗോ. ദെൻ വർഷങ്ങൾക്ക് ശേഷം GCAയിലെ ആദ്യത്തെ ബെൻസ് അച്ചീവർ ആവാൻ സാധിച്ചു. ഓക്കെ, BMW കാര്യങ്ങളൊക്കെ GCAയിലുണ്ട്, പക്ഷെ ആ GCAയിലെ ആദ്യത്തെ ബെൻസ് അച്ചീവർ ആവാൻ സാധിച്ചു. ഇതൊരൊറ്റ തീരുമാനത്തിന്റെ പുറത്താണ്. അപ്പൊ അന്ന് ഭ്രമരത്തിലെടുത്ത തീരുമാനമാണ് എന്നെ സഹായിച്ചത് എന്നുള്ളത്.
ദെൻ അതുകൊണ്ടുണ്ടായ മാറ്റം വെച്ചാൽ ദുബായ് ട്രിപ്പ് പോകാൻ സാധിച്ചു, ഒക്കെ സംഭവിച്ചു. ദെൻ അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ വൈഫും കൂടി മാൽദീവ്സ് ടൂർ പോയി. ഞാൻ വൈഫിൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മാൽദീവ്സ് ട്രിപ്പ് പോകണം. അങ്ങനെ ഒരിക്കൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എനിക്ക് തോന്നുന്നു ഞാൻ NTC ഒക്കെ ആയിരുന്ന സമയത്ത് 2022 ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ സമയത്ത് എനിക്ക് 2020 ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്കത് പോസിബിൾ ആയിരുന്നില്ല. കഴിഞ്ഞ വർഷമാണ് അത് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അവിടെ പോയ സമയത്ത് ഉണ്ടായിരുന്ന ചെറിയൊരു വീഡിയോ കൂടി കാണിച്ചിട്ട് അവസാനിപ്പിക്കും. 2 ലക്ഷം രൂപയാണ് ഈ ഒരു 2.25 ലക്ഷം ട്രിപ്പിന് വേണ്ടി. शामें मलंग सी, रातें सुरंग सी, बागी उड़ान पे ही न जाने क्यों इलाही मेरा जी आए आए, इलाही मेरा जी आए आए. कल पे सवाल है, जीना फिलहाल है, खाना बदोशियों पे ही जाने क्यों इलाही मेरा जी आए आए, इलाही मेरा जी आए आए. मेरा फलसफा कंधे पे मेरा बस्ता, चला मैं जहां ले चला मुझे रास्ता, बूंदों पे नहीं गया. അതായത് ഈ ഒരു ബിസിനസ്സിൽ കൂടി പോസിബിൾ ആണ് ഇതെല്ലാം. ഓക്കെ, ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വന്ന് ഈ രീതിയിലേക്ക് മറിയാൻ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതിൽ തന്നെ എന്നെ തീരുമാനം എടുപ്പിച്ചത് എക്സോറ എന്താ പറയുക ഭ്രമരം എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. സെയിം അതേപോലെ നമുക്ക് നവംബർ 1-ാം തീയതി എക്സോറ എന്ന് പറഞ്ഞൊരു വലിയൊരു മെഗാ സെലിബ്രേഷൻ പ്രോഗ്രാം വരാൻ വേണ്ടി പോവാണ്. ഏകദേശം 50 ലക്ഷത്തിൽ 75 ലക്ഷത്തോളം വരുന്ന വലിയ ബഡ്ജറ്റിലുള്ള വലിയൊരു പ്രോഗ്രാമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അന്ന് ഞാൻ എന്താ പറയുക ഒന്ന് ചെറുതായിട്ടൊന്ന് വിശ്വസിക്കാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാവരുത് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എന്ത് ചെയ്തോളുക, കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തോളുക, അതിനു വേണ്ടി പ്രവർത്തിച്ചോളുക. നിങ്ങളുടെ റാങ്ക് എവിടെ എത്തണം എന്നുള്ളത് നിങ്ങൾ അന്നത്തേക്ക് ആലോചിച്ചോളുക. എന്ന് അതിനു വേണ്ടി ഞാനും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചോളുക. ഓക്കെ, നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അന്ന് ZTC റാങ്കിൽ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ടാണ് ഞാൻ വന്നത്. അന്ന് ZTCയിൽ അല്ലെങ്കിൽ ഭ്രമരത്തിൽ കയറിയതെങ്കിൽ ZTC റാങ്കിൽ കയറിയതെങ്കിൽ ഇത്തവണ എക്സോറയിൽ എനിക്ക് ഉള്ള ഒരു അന്നത്തെ ഒരൊറ്റ തീരുമാനത്തിന്റെ പുറത്ത് സംഭവിക്കാൻ പോകുന്നത് എക്സോറയിൽ ഞാൻ വരുന്നത് ഈ മെഴ്സിഡീസ് ബെൻസ് ഓടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, തീരുമാനത്തിന് അത്രമാത്രം പവർ ഉണ്ട്, ഡ്രീമിന് അത്രമാത്രം പവർ ഉണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഈ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പണമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പണം മൈലേജ് തരും. ഓക്കെ, അതല്ല നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളാണെങ്കിൽ അത് നിങ്ങൾ തീർക്കുക തന്നെ വേണം, വേറെ ഒരു വഴിയില്ല. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തികളാണ് നിങ്ങൾ തീർക്കേണ്ടത്, മാറ്റേണ്ടത്. അത്രേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ഏതൊരു മനുഷ്യന്റെയും 60% പ്രശ്നങ്ങൾക്കും കാരണം പണമാണ്. ബാക്കി വരുന്ന 40% പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവർത്തികളുമാണ്. അപ്പോൾ പണം കൊണ്ട് തീർക്കാൻ പറ്റുന്ന എല്ലാ പ്രശ്നങ്ങളും ആര് തീർത്തരും? മൈലേജ് തീർത്തരും. ഓക്കെ, അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വിഷ് ഓൾ സക്സസ്. ജയ് മൈ ലൈഫ്. താങ്ക് യു. താങ്ക് യു സുബീഷ് സാർ. എന്താ പറയാൻ വാക്കുകളില്ലല്ലേ, അത്രയും വലിയൊരു സംഭവം. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ഭ്രമരം കാണാത്ത പലരും ഭ്രമരം എന്ന പ്രോഗ്രാം ലൈവായി കണ്ട പോലെയാണ് ഇന്നത്തെ നമ്മുടെ സാറ് സ്പീച്ച്.
ഇതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നത്തെ വാക്കുകൾ നമുക്കറിയാം. സുബി സാർ ഇവിടെ വന്ന് ഈ ഒരു മണിക്കൂറിൽ മേലെ ചെലവഴിച്ചത് കൊണ്ട് സുബി സാർക്ക് ഒരു നയ പൈസ പോലും കിട്ടൂല. കാരണം സുബി സാർ ഇൻകസൈഡ് അല്ല. എന്നാൽ പോലും ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത ആണ്, നമ്മൾ ആരെ വിളിക്കുന്നോ അവരെന്ത് ചെയ്യും, ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സാധ്യതകളെ മനസ്സിലാക്കി ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ലീഡേഴ്സ് തയ്യാറാണ്. അത്രത്തോളം വളരെ ശക്തമായിട്ടാണ് ഇന്ന് ഈ ഒരു സുബി സാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സുബി സാർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ബിസിനസ് ജീവിതത്തിലേക്ക് പകർത്തി കഴിഞ്ഞാൽ നമുക്ക് അച്ചീവർ ആവാൻ പറ്റും. ഭ്രമരം വെറും ZTC റാങ്കിൽ വന്ന ആള് എക്സോറയിൽ വരുന്നത് എങ്ങനെ സാറ് പറഞ്ഞു, ബാക്കി അവിടെ നിന്ന് കാണാം. ഏതായാലും ഇതേപോലെ എക്സോറ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതിലേക്ക് പോവാണ്. ദയവായി ഒരുപാട് ആൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരുപാട് ആൾ റിവ്യൂ പറയാറുണ്ട്. പക്ഷേ നമ്മളൊന്ന് റിവ്യൂ എന്ത് പോരെന്ന് സുബി സാർക്ക് ആ വാക്കുകൾ ഒതുക്കാൻ പറ്റാത്ത അത്രയാണെന്ന് സുബി സാർ തന്നിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളും ദയവായി ഇന്നത്തെ ദിവസം ക്ഷമിക്കണം. കാരണം സമയം ഒരുപാടായതുകൊണ്ട് ഇന്ന് ആരും റിവ്യൂവിന് വിളിക്കുന്നില്ല. ഏതായാലും ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും ആക്റ്റായിട്ടുള്ള നമ്മൾ റമീ സാറെ തന്നെ വിളിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കുറേ ആൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാവരെയും റിവ്യൂ സുബി സാർക്ക് വേണ്ടി റമീ സാർ പറയും. അതിനു വേണ്ടി റമീ സാറെ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം റമീ സാർ. താങ്ക് യു ഋഷി സർ. ആദ്യം തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോടും ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ്. നിങ്ങളൊക്കെ ഒരുപാട്, കാരണം സുബി സാറിന്റെ അത്രയും നല്ല ഒരു സെഷനാണ് ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ നമുക്ക് സമയപരിമിതി ഉണ്ട്. രാവിലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് ടെക്നിക്കൽ എററുകളും കാര്യങ്ങളൊക്കെ വന്നു. എന്ത് വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ ഒരു ബിസിനസിന്റെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് സുബി സാറിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയേണ്ടതില്ല. എല്ലാ ആളുകൾക്കും അറിയാം. എന്നെയൊക്കെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്ത തുടക്കം മുതലേ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷൻ എന്നത്, ഞാനൊരു നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു പ്രൊഫഷണലി ഞാൻ വന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് സെയിൽസിന്റെ ഫീൽഡിൽ നിന്നാണ് ഞാൻ പ്രൊഫഷണലി ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. ആ സമയത്ത് എൻ്റെ മുമ്പിൽ എപ്പോഴും നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ പോലെയുള്ള ആളുകൾ അവർ ആരാണ് എന്നൊക്കെ നോക്കും. അവരുടെ അച്ചീവ്മെന്റുകൾ എന്താണ് എന്നൊക്കെ നമ്മൾ പല സമയത്തും നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും നോക്കി കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സുബി സാറ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ബിസിനസ്സിലെ വളർച്ച, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം എന്നെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ അദ്ദേഹത്തിന് ഇന്ന് ഞാൻ കഴിഞ്ഞ വീക്ക് ഞാൻ ഈ ഒരു മോർണിംഗ് മീറ്റിന്റെ ഇൻചാർജ് എടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പേരാണ് സുബി സാറിന്റെ പേര്. അതുകൊണ്ട് സുബി സാറിന്റെ ഡേറ്റ് ആദ്യം എടുത്തതിന് ശേഷമാണ് ഞാൻ ബാക്കി എല്ലാ ലീഡേഴ്സിനെയും വിളിക്കുകയും ഓരോരുത്തരെയും ഡേറ്റ് എടുക്കുകയും ചെയ്തത്. കാരണം ഞാൻ കരുതിയിരുന്നു ഇന്ന് ഈ ഒരു വീക്ക് എൻഡ് ചെയ്യാൻ, വൈൻഡപ്പ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വ്യക്തി ഇന്ന് സുബി സാറാണ്. കാരണം എൻ്റെ AIGയിൽ തന്നെ മെഴ്സിഡസ് ബെൻസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് മെഴ്സിഡസ് ബെൻസ്. കാരണം രാജകീയമായിട്ടുള്ള ഒരു ബ്രാൻഡാണ് മെഴ്സിഡസ് ബെൻസ്. വേറെ ഏതൊക്കെ വന്നു കഴിഞ്ഞാലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൗഡി ഉണ്ട്. അപ്പോൾ ആ പ്രൗഡി തന്നെ കണ്ടുകൊണ്ട് ആ ഒരു ബ്രാൻഡിലേക്ക് പിന്നെ അദ്ദേഹത്തിന്റെ വാഹനമൊക്കെ മാറ്റി, അതൊക്കെ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. അദ്ദേഹം കാർ ലോഞ്ച് ചെയ്ത് എറണാകുളത്ത് നിന്നാണ് കാർ ലോഞ്ച് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മുടെ ഇവിടെയുള്ള ലീഡേഴ്സ് ഇവിടുന്ന് വാഹനം വിളിച്ചിട്ട് ഒന്നിച്ചാണ് ആ ഒരു ലോഞ്ചിങ്ങിന് പോയിട്ടുള്ളത്. അപ്പോ അന്ന് ഞാൻ കരുതിയിട്ടുണ്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ ലീഡേഴ്സ് ആണ് പോയത്, എല്ലാ ആളുകളും. അപ്പോ അതിലേക്കൊന്ന് പങ്കെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കാറുമായിട്ട് തിരിച്ചു വന്ന് ആദ്യത്തെ GTSന് കോഴിക്കോട് വന്ന സമയത്ത് ഞാൻ ആ കാറിൽ ഞാൻ കയറിയിരുന്നിട്ടുണ്ട്. എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ആ രീതിയിലൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലീഡറാണ് സുബി സാറ്. അതുപോലെ ഫാസ്റ്റായിട്ട് ITC എന്ന് പറഞ്ഞ റാങ്കിലേക്കൊക്കെ ഫാസ്റ്റായിട്ട് എത്തി. അദ്ദേഹം ഇപ്പോൾ WTCയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ അദ്ദേഹത്തിന് WTC റാങ്കിലൊക്കെ എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക്, ഏറ്റവും പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർക്ക് പോലും എത്രയും പെട്ടെന്ന് അച്ചീവ്മെന്റുകളിലേക്ക് എത്താനുള്ള ഒരു എന്താണ് ഒരു പോംവഴിയാണ്, അല്ലെങ്കിൽ ഭയങ്കര ഷോർട്ട് കട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മൈ ലൈഫ് സ്റ്റൈൽ എന്ന ഈ ബിസിനസ് തന്നെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനുള്ള ഷോർട്ട് കട്ട് ആണെങ്കിൽ അതിലും ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ സുബി സാർ തന്നത്. നമ്മളെല്ലാ ആളുകളും അത് ഏറ്റെടുക്കുക. ഭ്രമണം എന്ന പ്രോഗ്രാം കോഴിക്കോട് നടക്കുന്ന സമയത്ത് എന്നെ ബിജു സാറ്, ഷായർ സാറും ഒക്കെ എന്നെ ആ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു. ഞാൻ അന്ന് നാട്ടിലുണ്ടായിരുന്നിട്ട് പോലും ഞാൻ പോവാതിരുന്ന വ്യക്തിയാണ്. അന്ന് എനിക്ക് വേണമെങ്കിൽ അതിൽ പങ്കെടുക്കായിരുന്നു, പക്ഷെ അതിന് വലിയ പ്രാധാന്യമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വളർച്ചയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൈ ലൈഫ് സ്റ്റൈൽ ഫാമിലി മെമ്പേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നടത്തുന്ന എക്സോറ എന്ന പ്രോഗ്രാം, അതിന്റെ ഓരോ പ്രോഗ്രാമുകളും എക്സോറയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രോഗ്രാമുകളും മിസ് ചെയ്യാതെ മാക്സിമം ആളുകളെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇപ്പം ഇൻസ്പയർ ടു എക്സോറ എന്ന പ്രോഗ്രാം ഈ വരുന്ന 2-ാം തീയതി ബാലുശ്ശേരി വെച്ചിട്ട് നടക്കുകയാണ്. ഞാൻ പറയുന്നത് ഈ ഏരിയയിലുള്ള, ബാലുശ്ശേരിക്ക് കോഴിക്കോട്ടേക്ക് എത്താൻ പറ്റുന്ന ഏരിയയിലുള്ള എല്ലാ